അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമൽ ഇൻസാന മാ ലം യഅലം. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇബ്നു തൈമിയ ഹോളിസ്റ്റിക് ഹീലിംഗ് ആൻഡ് ലൈഫ് കോച്ചിങ് എന്ന പേരിലാണ് നമ്മുടെ സ്പിരിച്വൽ ഹീലിംഗ്, കൗൺസിലിംഗ്, അതുപോലെ ഫാമിലി കൗൺസിലിംഗ്, നമ്മുടെ ലൈഫ് കോച്ചിങ് എന്നതെല്ലാം നമ്മൾ നടത്തി വരുന്നത്. അതിൽ സ്പിരിച്വൽ ഹീലിംഗ്, കൗൺസിലിംഗ്, അതുപോലെ ലൈഫ് ലീഡർഷിപ്പ് കോച്ചിങ് എന്ന ഈ വിഷയത്തിൽ ഒരു മുഖവുര എന്നുള്ള രീതിയിൽ സംസാരിക്കുവാനും തുടർന്ന് ലൈഫ് കോച്ചിങ് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ടുള്ള കോച്ചിങ്ങിൻ്റെ ക്ലിപ്പുകൾ നിർമ്മിക്കുവാനുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കോച്ചിങ് ആവശ്യമുള്ള ആളുകൾ അവർ ഓരോ ക്ലിപ്പുകൾ ഓരോ ദിവസം അല്ലെങ്കിൽ ചെറിയ ചെറിയ പാർട്ടായിട്ട് ദിവസവും കേൾപ്പിച്ച് അങ്ങനെ 2, 3, 4 മാസങ്ങൾ കൊണ്ട് അവർക്ക് പൂർണ്ണമായിട്ടുള്ള ലൈഫ് കോച്ചിങ് കിട്ടുന്ന രീതിയിലുള്ള ലൈഫ് കോച്ചിങ് സിലബസ് പൂർത്തിയായി കിട്ടുന്ന രീതിയിലുള്ള ഒരു റെക്കോർഡിങ്ങിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. ഏകദേശം ഇതിൽ 10-20ഓളം ചാപ്റ്റേഴ്സ് ഉണ്ട്, അധ്യായങ്ങളുണ്ട്. ഒരു കംപ്ലീറ്റ് പേഴ്സണാലിറ്റി റീഫ്രെയിമിംഗ്, റീഇൻവെൻറ്റിംഗ് നടത്തുന്നതിന് വേണ്ടി 20ഓളം അധ്യായങ്ങളിൽ ഇതിൻ്റെ എല്ലാ സിലബസുകളും നമ്മൾ ഒതുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ആളുകൾക്ക് ഒരു ഇൻട്രോഡക്ടറി സ്പീച്ച്, അതുപോലെ ആത്മീയ ചികിത്സ, കൗൺസിലിംഗ് പോലുള്ള നമ്മളിൽ നിന്ന് ആവശ്യമുള്ള ആളുകൾക്കും ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ വിശദീകരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. പരിശുദ്ധ ഖുർആനിലെ 96-ാമത്തെ സൂറത്തിലെ ആദ്യത്തെ 5 ആയത്തുകളാണ് ഞാൻ ഓതിയത്. പഠനത്തെ പഠിക്കുവാൻ വേണ്ടിയിട്ട് വായിക്കുക എന്നതല്ല, പഠനത്തിന് വേണ്ടി കൽപ്പിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതുമായിട്ടുള്ള വചനം. ഇതിൻ്റെ മുഖവരയിൽ തന്നെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സ്ലോഗാൻ, നമ്മുടെ മുദ്രാവാക്യം എന്താണ്? നോളജ് ഈസ് ദ റിയൽ സൊല്യൂഷൻ ഫോർ എനി പ്രോബ്ലം ഓർ അഡ്വേഴ്സിറ്റി. ഏത് രീതിയിലുള്ള പ്രോബ്ലംസ് ആണെങ്കിലും, അഡ്വേഴ്സിറ്റി പ്രതിസന്ധിയാണെങ്കിലും, ക്രൈസിസ് ബുദ്ധിമുട്ടുകളാണെങ്കിലും അതിനുള്ള പരിഹാരം അറിവിലൂടെയാണ്. അറിവിലൂടെ മാത്രമേ അതിനുള്ള യഥാർത്ഥമായ ഒരു പരിഹാരം ലഭിക്കൂ എന്നതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ലൈഫ് കോച്ചിങ് സ്കീമിലേക്ക്, നമ്മുടെ ലൈഫ് കോച്ചിങ് സീരീസ് ചേർന്നവരിലേക്കും ചേരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വെൽക്കം, സ്വാഗതം പറയുന്നു. ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ, തീർച്ചയായിട്ടും ആരോഗ്യം എന്നതാണ് വിഷയം, അതിൻ്റെ ബാക്കിയായിട്ടാണ് എല്ലാം വരുന്നത്. അതുകൊണ്ട് ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ നിർവചിച്ചത്, ഹെൽത്ത് ഈസ് എ കംപ്ലീറ്റ് സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫർമിറ്റി. രോഗമില്ലാത്ത ഒരവസ്ഥ എന്നതിനുപരി ഒരു മനുഷ്യൻ്റെ കംപ്ലീറ്റ്, പരിപൂർണമായ ഫിസിക്കൽ, ശാരീരികമായ, മെൻ്റൽ, മാനസികമായ, സോഷ്യൽ, സാമൂഹികമായ ക്ഷേമമാണ് ആരോഗ്യം. ശാരീരികമായ ആരോഗ്യം ഉണ്ടായതുകൊണ്ട് ആരോഗ്യമുണ്ട് എന്ന് പറയില്ല, മാനസികമായ ആരോഗ്യം ഉള്ളത് കൊണ്ടും ആരോഗ്യമുണ്ട് എന്ന് പറയില്ല, സാമൂഹികമായ ആരോഗ്യമുണ്ട് എന്നതുകൊണ്ടും ആരോഗ്യമുണ്ടെന്ന് പറയില്ല. ശാരീരികവും മാനസികവും സാമൂഹികവുമായ ആരോഗ്യം, പൂർണ്ണമായ ക്ഷേമം ഉണ്ട്, വെൽബീയിങ് ഉണ്ട് എങ്കിലേ അതിനെ ആരോഗ്യമുണ്ടെന്ന് പറയൂ. ഈ വെൽബീയിങ് എന്നതിന് സൈക്കോളജിയിൽ ഡിഫൈൻ ചെയ്യുന്നത് എന്താണെന്ന് പറയുക, അത് ഹാപ്പിനെസ് ഇൻ ലൈഫ് പ്ലസ് മീനിങ്, ജീവിതത്തിൻ്റെ അർത്ഥം. ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ ലക്ഷ്യവും അർത്ഥവും, അത് ഒരാളുടെ വ്യക്തിപരമായ, ഒരാളുടെ എന്താ പറയുക, ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്നതാണ്. അങ്ങനെ ഓരോരുത്തർക്കും തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഡിഫൈൻ ചെയ്യണം. ആ ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതോടൊപ്പം സന്തോഷവും കിട്ടുന്നതാണ് വെൽബീയിങ്, ക്ഷേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് താൻ പ്രവർത്തിക്കുക,
പ്രവർത്തിക്കുന്നത് വഴി തനിക്ക് സന്തോഷം, ഹാപ്പിനെസ് കിട്ടുന്നതാണ് ക്ഷേമം. ആ അർത്ഥത്തിൽ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ക്ഷേമം ഉണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യം ഉണ്ട് എന്ന് പറയൂ. ഇതാണ് ലോകാരോഗ്യ സംഘടന ഇതിനെക്കുറിച്ച് വിശദീകരിച്ചത്. ഇതിൻ്റെ കൂട്ടത്തിൽ പിന്നീട് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് എന്നത് നിലവിൽ വന്നു. ദാറ്റ് മീൻസ് രോഗം നിർണയത്തിന് ഇപ്പോൾ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് പോലെയുള്ള ആളുകളൊക്കെ ചെയ്യുന്നത് ശരീരത്തെ പിന്നെ തിരിച്ചും മറിച്ചും പരീക്ഷിക്കും. എല്ലാ അർത്ഥത്തിലും ശരീരത്തിൽ പരീക്ഷണങ്ങൾ നടത്തും. അതുകൊണ്ട് ഒരാളുടെ രോഗം നിർണയിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരം മാത്രം പരിഗണിച്ചാൽ പോരാ, അദ്ദേഹത്തിൻ്റെ മനസ്സും കൂടെ പരിഗണിക്കണം എന്ന ഒരു ചിന്ത വന്നു. അതിലുപരി ഈ മനസ്സ് മാത്രം പരിശോധിച്ചാൽ പോരാ, മനസ്സിനകത്തുള്ള വിശ്വാസവും കൂടി പരിഗണിക്കണമെന്ന് വന്നു. അങ്ങനെ ഒരു മനുഷ്യൻ്റെ മനസ്സും വിശ്വാസവും അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥകളും എല്ലാം കൂടി അതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ്റെ സാമൂഹിക ബന്ധങ്ങൾ പരിശോധിക്കണമെന്ന് വന്നു. അതിനപ്പുറത്ത് ഒരു മനുഷ്യൻ്റെ എൻവയോൺമെൻ്റൽ പരിതസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരാളുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലാണോ താൻ ജീവിക്കുന്നത് ആ സാഹചര്യത്തെ കുറിച്ചുള്ള പഠനമാണ് എന്നതാണ് എൻവയോൺമെൻ്റൽ സ്റ്റഡീസ്. അപ്പോൾ ഒരാളുടെ എൻവയോൺമെൻറ്റിൽ പരിഗണിക്കണമെന്ന്, അങ്ങനെ ശരീരത്തിനപ്പുറത്തേക്ക് മറ്റ് പല ഭാഗങ്ങളും പരിഗണിച്ച് വരുന്ന ഒരു സമ്പ്രദായമാണ് ലോകാരോഗ്യ സംഘടന വരെ സ്വീകരിച്ചു വന്നത് കഴിഞ്ഞ 10-50 വർഷങ്ങളായിട്ട്. അതുകൊണ്ട് ഈ ഹോളിസ്റ്റിക് അപ്രോച്ച് എന്നത് നിലവിൽ വന്നു എന്ന് മാത്രമല്ല, ആത്മീയത എന്നത്, സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ബിലീഫ് എന്നത് നിർവചനത്തിൽ ലോകാരോഗ്യ സംഘടന കൊടുത്ത ആരോഗ്യത്തിൻ്റെ നിർവചനത്തിൽ കൊണ്ടുവരണം എന്നതുപോലും പ്രപ്പോസൽസ് ഉണ്ടായി. വിശദമായ ചർച്ചകൾ അതിൽ പല ഉന്നത തലങ്ങളിൽ ലോകാരോഗ്യ സംഘടനയ്ക്കകത്തും പുറത്തും പിന്നെ ചർച്ചകൾ നടത്തുകയും പല മീറ്റിങ്ങുകളിൽ കൂടുകയൊക്കെ ചെയ്തതിന് ശേഷം അവസാനം തീരുമാനിച്ചു മെൻ്റൽ എന്നതിൽ സ്പിരിച്വൽ എന്നത് കൂടെ ഉൾപ്പെടുന്നുണ്ടെന്നാണ്. അതുകൊണ്ട് സ്പിരിച്വൽ എന്നത് ആൾറെഡി മെൻ്റൽ എന്നുള്ളത് ഉള്ളത് കൊണ്ട് അതിന് വേറെ നിർവചനത്തിൽ ചേർക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് അവസാനം എത്തിപ്പെട്ടത്. ചുരുക്കി പറഞ്ഞാൽ പല രീതിയിലുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും മുന്നോട്ട് വരികയും അതിൽ കാര്യമായ പങ്കെടുത്തത് അറബിക് കൺട്രീസാണ്. സൗദി അറേബ്യ, അതുപോലെ UAE പോലെയുള്ള രാഷ്ട്രങ്ങളൊക്കെ ഇതുപോലുള്ള ചർച്ചയിൽ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നും കാര്യമായ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്, ആഫ്രിക്കയിൽ നിന്നുണ്ടായിട്ടുണ്ട്, ജാപ്പാനിൽ നിന്നുണ്ടായിട്ടുണ്ട്, ചൈനയിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഇവരെല്ലാം അതാത് രാഷ്ട്രങ്ങളിൽ ഉണ്ടാകുന്ന ആൾട്ടർനേറ്റീവ് മെഡിസിൻസും ആൾട്ടർനേറ്റീവ് തെറാപ്പീസും എല്ലാം മെയിൻ സിസ്റ്റം ഓഫ് മെഡിസിനിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യുകയും അതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ ലോകാരോഗ്യ സംഘടന 1978 ഒരു ഡിക്ലറേഷൻ നടത്തി, അൽമ അത്ത ഡിക്ലറേഷൻ. ദാറ്റ് മീൻസ് 2000 ആകുമ്പോഴേക്ക് ലോകത്തുള്ള എല്ലാവർക്കും ആരോഗ്യം വേണം, ഹെൽത്ത് ഫോർ ആൾ ബൈ 2000 എന്നൊരു ഡിക്ലറേഷൻ നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് പല പഠനങ്ങളും പല സംഗതികളും മുന്നോട്ട് വെച്ചു. നമ്മുടെ നാട്ടിലൊക്കെ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ഓരോ വില്ലേജിലും ഒന്നോ രണ്ടോ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ വേണം എന്ന കൽപ്പന ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പല രാഷ്ട്രങ്ങളിലേക്ക് ഉണ്ടാവുകയും നമ്മുടെ നാട്ടിലൊക്കെ ഹെൽത്ത് സെൻറ്റർ അങ്ങനെ വന്നത് മനസ്സിലായില്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ മുന്നോട്ട് വന്ന് ഒരു മനുഷ്യൻ്റെ ശരീരം എന്നതിനപ്പുറത്തേക്ക് പരിഗണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇവിടെയാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ലോകാരോഗ്യ സംഘടന എന്ത് ചെയ്തു, ക്വാളിറ്റി ഓഫ് ഹെൽത്ത് എന്ന 6 ഡൊമെയിൻസ്, ഹെൽത്തിൻ്റെ ക്വാളിറ്റി നിലവാരം വിശദീകരിക്കുന്ന ഡൊമെയിൻസ് ആയിട്ട് 6 തിരിച്ചു. ആ 6 ഡൊമെയിൻസുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊന്ന് സ്പിരിച്വൽ, അതിൻ്റെ ഓർഡറിലല്ല ഞാൻ പറയുന്നത്. 1 സ്പിരിച്വൽ, മറ്റൊന്ന് സൈക്കോളജിക്കൽ, 3 ഫിസിക്കൽ, 4 ദ ലെവൽ ഓഫ് ഡിപ്പെൻഡൻസ് അല്ലെങ്കിൽ ലെവൽ ഓഫ് ഇൻഡിപെൻഡൻസ്, 5 സോഷ്യൽ, 6 എൻവയോൺമെൻറ്റൽ. ഇങ്ങനെ 6 ഡൊമെയിൻസിലായിട്ട് ഇത് നമുക്ക് വിശദമായിട്ട് പരിഗണിക്കേണ്ടത്. ഈ 6ഉം കവർ ചെയ്യുന്നതാണ് നമ്മുടെ ചികിത്സാ സമ്പ്രദായങ്ങളും അതുപോലെ കൗൺസിലിംഗ് സമ്പ്രദായങ്ങളും നമ്മുടെ ലൈഫ് കോച്ചിങ്. അതുകൊണ്ട് ഈ 6 ഡൊമെയിൻസിലാണ് ലോകാരോഗ്യ സംഘടന ഇതിനെ ഒതുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇസ്ലാമിക്കലി നോക്കുന്ന സമയത്ത് ഈ 6 ഡൊമെയിൻസും ഇസ്ലാമിക് വാല്യൂസിൽ നിന്ന്, ഇസ്ലാമിക് ഹദീസുകളിൽ നിന്നും ആയത്തുകളിൽ നിന്ന് കിട്ടും. ഒന്നാമത്തെ ഒരു ഹദീസ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസാണ്, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് കേടുവന്നാൽ ഫസാദായാൽ ശരീരം മുഴുവൻ കേടുവന്നു. വഹിയ അൽ ഖൽബ്, അതാണ് ഖൽബ്, ഹേർട്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനകത്തുണ്ടാകുന്ന ബയോളജിക്കൽ ഹൃദയം എന്നതല്ല അർത്ഥം.
ഈ ബയോളജിക്കൽ ഹൃദയത്തിനകത്ത് അള്ളാഹു വെച്ചിട്ടുള്ള ഒരു ആത്മീയമായ ഒരു സ്പിരിച്വൽ കൽബുണ്ട്. അത് റൂഹിൻ്റെ ഭാഗമാണ്. റൂഹ് ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ ആ ഹേർട്ട് ഉണ്ടാവുള്ളൂ, കൽബ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ കൽബിനെയാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, അത് നന്നായാൽ, ഇവിടെ മാംസകഷ്ണം എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ മാംസകഷ്ണത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള കൽബിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരാളുടെ ഹൃദയം നന്നായാൽ അദ്ദേഹത്തിൻ്റെ ശരീരം നന്നാവും. അപ്പോൾ 2 ഡൊമൈൻ ഇവിടെ കിട്ടി. ഒന്ന് സ്പിരിച്വൽ ഹേർട്ട്, മറ്റൊന്ന് ജസദ് എന്ന് പറയുന്ന ശരീരം. ഓക്കെ. മറ്റൊരു ഹദീസിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വല്ലവനും വിശാലമായ ഉപജീവനവും ദീർഘായുസ്സും വേണമെങ്കിൽ അവൻ ബന്ധങ്ങൾ ചേർത്ത് കൊള്ളട്ടെ. ഇവിടെ എന്താ പറഞ്ഞത്? വല്ലവനും വിശാലമായ ഉപജീവനം. അതുകൊണ്ട് എൻവയോൺമെന്റൽ റിസ്ക്, ഉപജീവനം, പ്രൊവിഷൻസ്, അബണ്ടൻസ് എന്നൊരു ഡൊമൈൻസ് ഇവിടെ നിന്ന് കിട്ടി. അതുപോലെ തന്നെ ബന്ധങ്ങൾ ചേർത്ത് കൊള്ളട്ടെ, ദാറ്റ് മീൻസ് സോഷ്യൽ ഡൊമൈൻ ഇതിൽ നിന്ന് കിട്ടി. ഫിസിക്കൽ ഡൊമൈനും ഇതിലുണ്ട്. അപ്പം എത്രയായി? 4 ഡൊമൈൻസായി. ഇതോടൊപ്പം തന്നെ ഇതുമായിട്ട് ചേർത്ത് വായിക്കേണ്ടുന്ന മറ്റൊരു വിഷയം, ലോകാരോഗ്യ സംഘടന ലെവൽ ഓഫ് ഇൻഡിപെൻഡൻസ്, അല്ലെങ്കിൽ ഒരാൾ മറ്റു ആളുകളെ, മറ്റു വസ്തുതകളെ, മറ്റു സംഗതികളെ എത്രത്തോളം ആശ്രയിക്കുന്നില്ല എന്നതാണ് ഒരു ഡൊമൈൻസ്. ഇപ്പം മരുന്നുകൾ എത്ര ആശ്രയിക്കുന്നുണ്ട്, ഓരോരുത്തരും അവനവൻ്റെ കാര്യങ്ങൾക്ക്, ഉപജീവനത്തിനാവട്ടെ, ജീവിതത്തിൻ്റെ മറ്റു വിഷയങ്ങൾക്കാവട്ടെ, മറ്റ് ആളുകളെ, മറ്റു കോൺസെപ്റ്റുകളെ, മറ്റു ആളുകളെ എത്ര ആശ്രയിക്കുന്നുണ്ട്, ഡിപ്പെൻഡൻസ് എന്നതാണ് ഒരു ഡൊമൈൻ ഉള്ളത്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള മറ്റൊരു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസിനെ വിശദീകരിക്കുന്ന, നിങ്ങളുടെ മുമ്പിൽ ഈ പോസ്റ്ററിൽ കാണുന്ന 3 ഹദീസുകളും അതിൻ്റെ 2 ഹദീസുകളും അതിൻ്റെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുത്തിട്ടുള്ള ഒരു വിശദീകരണവും റസൂലിൽ നിന്ന് വന്ന മറ്റൊരു ഹദീസും നിങ്ങളെ മുന്നിൽ കാണുന്നതെല്ലാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയുടെ അമ്രാദുൽ ഖുലൂബ് ഷിഫാഉഹ, ഹൃദയത്തിൻ്റെ രോഗങ്ങളും അതിനുള്ള ചികിത്സകളും എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ്. ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വെരിലി ഗുഡ് ഡീഡ്സ് ബ്രിങ് ബ്രൈറ്റ്നെസ് ടു അപ്പോൺ ദ ഫേസ്. സൽക്കർമ്മങ്ങൾ ഒരാളുടെ മുഖത്ത് പ്രകാശം കൊണ്ടുവരും, തിളക്കം കൊണ്ടുവരും. എ ലൈറ്റ് ഇൻ ദ ഹേർട്ട്, ഹൃദയത്തിൽ ഒരു പ്രകാശം കൊണ്ടുവരും. എക്സ്പാൻഷൻ ഓഫ് പ്രൊവിഷൻ, അദ്ദേഹത്തിൻ്റെ റിസ്ക് വിശാലമാകും. സ്ട്രെങ്ത് ഇൻ ദ ബോഡി, ശരീരത്തിൽ ആരോഗ്യം കൂടും. ലവ് ഇൻ ദ ഹേർട്ട് ഓഫ് ദ ക്രിയേഷൻ, അള്ളാഹുവിൻ്റെ അടിമകളുടെ ഹൃദയത്തിൽ ആ മനുഷ്യരോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കും. നോക്കുകളി എന്തെല്ലാം കവർ. ഇതാണ് സുബ്ഹാനക യാ അളീം നമ്മളെ ലൈഫ് കോച്ചിങ്ങിൻ്റെ കംപ്ലീറ്റ് ഇതിലുണ്ട്. ഒരാളുടെ ഹൃദയത്തിൽ പ്രകാശം ഉണ്ടാകും, അത് മുഖത്ത് തിളക്കമുണ്ടാക്കും, അത് ഉപജീവനം ശക്തിപ്പെടുത്തും, മറ്റു ആളുകളോടുള്ള സ്നേഹവും അതുപോലെ മറ്റു ആളുകൾക്ക് ഇങ്ങോട്ടുള്ള സ്നേഹവും കൂട്ടും. അതുപോലെ തന്നെ തിന്മകളോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അത് ഹൃദയത്തിൽ പ്രകാശം ഇല്ലാതാക്കും, പ്രകാശം കെടുത്തും. അത് ഹൃദയത്തിലും കബറിലും പ്രകാശം കെടുത്തും. അതായത് കബറിലുണ്ടാകുന്ന പ്രകാശം ഹൃദയത്തിൻ്റെ പ്രകാശമാണ്, ഹൃദയത്തിൻ്റെ പ്രകാശമാണ് കബറിലുള്ള പ്രകാശം. പ്രത്യേകം മനസ്സിലാക്കുക, ഹൃദയത്തിൻ്റെ പ്രകാശമാണ് കബറിലുള്ള പ്രകാശം. അതുകൊണ്ട് ഹൃദയത്തിലും കബറിലും എന്താകും? പ്രകാശം നിറക്കും. അതുപോലെ മുഖത്ത് തിളക്കം, ഹൃദയത്തിൻ്റെ പ്രകാശമില്ലെങ്കിൽ കബറിലും പ്രകാശം ഉണ്ടാവില്ല. അത് പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ മുഖത്ത് തിളക്കം ഉണ്ടാവുകയില്ല, വിശാലമായ ഉപജീവനം കിട്ടില്ല, പകരം ഉപജീവനം കുടുസായി പോകും. ആളുകളുടെ ശരീരത്തിൽ വീക്ക്നെസ്, ശരീരത്തിൻ്റെ ആകെ ക്ഷീണമായിരിക്കും, വീക്ക്നെസ് ആയിരിക്കും. അതുപോലെ ആളുകളുടെ ഹൃദയത്തിൽ വെറുപ്പും വരും. അപ്പോൾ സ്നേഹം, അതിൻ്റെ ഓപ്പോസിറ്റ് വെറുപ്പ്. ഇതൊക്കെ വളരെ അടിസ്ഥാനപരമായ വിഷയങ്ങളാണ്. ശൈത്താനികമായ ഷെറുകളെ തകർക്കുന്ന ഫോഴ്സുകൾ എന്ത് എന്ന് വിശദീകരിക്കുന്നിടത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കും. അതുപോലെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മറ്റൊരു ഹദീസാണ്, ആദം സന്തതിയുടെ ഹൃദയം വെളുത്തതായിരുന്നു, അതിൽ അവനൊരു പാപം ചെയ്യുമ്പോൾ അതിൽ കറുത്ത ഒരു വര വീഴുന്നു, അല്ലെങ്കിൽ ഒരു പുള്ളി വീഴുന്നു. വീണ്ടും ഒരു പാപം ചെയ്യുമ്പോൾ ഒരു പുള്ളിയും കൂടെ വീഴുന്നു. അങ്ങനെ പാപങ്ങൾ ചെയ്ത് അവൻ്റെ ഹൃദയം കംപ്ലീറ്റ് കറുത്തതായി പോകുന്നു എന്നർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ അടിസ്ഥാനപരമായി ഹദീസുകളിൽ നിന്നും സ്വഹാബത്തിൻ്റെ വിശദീകരണത്തിൽ നിന്നും നമുക്ക് ലോകാരോഗ്യ സംഘടന വിശദീകരിച്ചിട്ടുള്ള 6 ഡൊമൈൻസും വിശദീകരിച്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അങ്ങനെ എടുത്തു നോക്കുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുന്ന ഇങ്ങനെ രീതിയിലൊരു പിക്ചർ ബേസിലാണ് നമ്മൾ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ആത്മീയ ശരീരത്തിൻ്റെ ഒരു അനാട്ടമി, ആത്മീയ ശരീരത്തിൻ്റെ ഒരു അനാട്ടമി നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നത് ഈ ഒരു വൃത്താകൃതിയിലുള്ള എന്ന് മാത്രമല്ല, ഈ വൃത്താകൃതി എന്നുള്ളത് ഞാൻ സ്വീകരിച്ചൊരു സമ്പ്രദായമൊന്നുമല്ല. നമ്മൾ ആരിൽ നിന്ന് എൽമെടുക്കുന്നോ, ഉദാഹരണമായിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹം ഇത്
പിന്നെ ആ രീതിയിൽ ഹൃദയത്തെ വിശദീകരിച്ചെടുത്ത് പിന്നെ ജാതിക്ക, ദാറ്റ് മീൻസ് ഉള്ളിൻ്റെ ഉള്ളിൽ ലെയർ ബൈ ലെയർ ഒന്നിൻ്റെ ഉള്ളിൽ മറ്റൊന്നാകുന്ന രീതിയിൽ, ഇപ്പം നാളികേരം അല്ലെങ്കിൽ ജാതിക്ക പോലെ അല്ലേ, ജാതിക്ക പുറന്തോട്, അതിനുള്ളിലൊരു പത്രിക, അതിനുള്ളിലൊരു ഓട്, അതിനുള്ളിൽ അതിൻ്റെ പരിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ കഴമ്പ് അല്ലേ. അപ്പോൾ ഈ രീതിയിലാണ് പിന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വിശദീകരിച്ചത്. അതുപോലെ ഇമാം ഹാക്കിം തിർമിദി, ഹിജറ 300 മരിച്ച ഹാക്കിം തിർമിദി ഹൃദയത്തിനെയും ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെയൊക്കെ വിശദീകരിച്ചത് ഹൗലിൽ മക്ക പ്രദേശം, അതിനകത്ത് ഹറമിൻ്റെ ബൗണ്ടറി, അതിനകത്ത് മസ്ജിദുൽ ഹറം, അതിനകത്ത് തവാഫ് ചെയ്യുന്ന ഏരിയ, അതിനകത്ത് കാബ. അപ്പോൾ ഇങ്ങനെ ഒരു സെൻട്രൽ, ഒരു സൈക്ലിക്കൽ രൂപത്തിലാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരും പ്രത്യേകിച്ച് ചികിത്സയും ആത്മീയതയെല്ലാം കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകളെ വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ഒരു പിക്ചറൈസേഷൻ വഴി നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനും പറ്റും. നിങ്ങൾ മുമ്പിൽ കാണുന്ന ഇതിൽ ഞാൻ ലോകാരോഗ്യ സംഘടനയുടെ 6 ഡൊമൈൻസ് ഉൾക്കൊള്ളിച്ചിട്ട്, ഏറ്റവും നടുവിൽ സ്പിരിച്വൽ, പിന്നെ സൈക്കോളജിക്കൽ, പിന്നെ ഫിസിക്കൽ വെൽബീയിങ്, പിന്നെ ലെവൽ ഓഫ് ഇൻഡിപെൻഡൻസ്, പിന്നെ സോഷ്യൽ വെൽബീയിങ്, പിന്നെ അടുത്ത് എൻവയോൺമെൻറ്റൽ വെൽബീയിങ്. ഇതെല്ലാം ഇസ്ലാമിക്കലി ഇത്തരം വിഷയം കൈകാര്യം ചെയ്ത ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. ഇസ്ലാമിക് സൈക്കോളജിയിൽ ഇത്തരം വിഷയങ്ങൾ കാണാം. ഇസ്ലാമിക് സൈക്കോളജി എന്നല്ലാതെ മനുഷ്യൻ്റെ ആത്മീയതയും അവൻ്റെ ആരോഗ്യവും ചികിത്സയും എല്ലാം വിശദീകരിച്ച ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് സ്പിരിച്വൽ എന്നതിൽ കൽബ് അല്ലെങ്കിൽ സ്പിരിച്വൽ ഹേർട്ട്, കൽബ് എന്നാണ് അതിനെ സാങ്കേതികമായിട്ട് അറബിയിൽ വിളിക്കുന്നത്. സൈക്കോളജിക്കൽ അകല്, ബുദ്ധി, ഇൻ്റലക്ച്വൽ മൈൻഡ് എന്നതാണ്. അതുപോലെ ശരീരത്തിന് ജസദ് എന്ന് വിളിക്കുന്നു. അതുപോലെ പേഴ്സണാലിറ്റി, ലെവൽ ഓഫ് ഇൻഡിപെൻഡൻസ്, അതിനെ ഷഖ്സിയ എന്ന് വിളിക്കുക, പേഴ്സണാലിറ്റി. അതുപോലെ സോഷ്യൽ വെൽബീങ്, അതിന് സിലത്തുൽ അർഹാം എന്ന് വിളിക്കുക, മുആശറ എന്ന് വിളിക്കും, നമ്മുടെ ബന്ധങ്ങൾ, മുആശറ അതല്ലെങ്കിൽ സിലത്തുൽ അർഹാം, രക്തബന്ധങ്ങൾ. പിന്നെ എൻവയോൺമെൻറ്റിൽ അത് തൻ്റെ റിസ്ക്, ഉപജീവനങ്ങളും തനിക്കിൻ്റെ ധന്യതകൾ, അബണ്ടൻസ്. അപ്പോൾ ലോകാരോഗ്യ സംഘടന ഈ വിശദീകരിച്ചിട്ടുള്ള ഈ സംഗതിയെ ഇതേ അർത്ഥത്തിൽ തന്നെ ഇസ്ലാമിക് സ്കോളേഴ്സ് വിശദീകരിച്ചായിട്ട് നമുക്ക് അവരുടെ ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. ഈ അർത്ഥത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എവിടെയാണ് രോഗം, എന്താണ് പ്രോബ്ലം എന്നറിഞ്ഞാൽ അതിന് സോൾവ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനിൽ തന്നെ നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇതിൻ്റെ കുറച്ചുകൂടി വിശദമായിട്ട് ഉള്ളടകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്പിരിച്വൽ എന്നത് അതിൻ്റെ ആത്മാവ്, ദ ലൈറ്റ് ഓഫ് ദി സോൾ, റൂഹിൻ്റെ പ്രകാശം. അതിന് പുറമെ ഇൻ്റലക്ച്വൽ മൈൻഡ്, ആ റോസ് കളർ കാണുന്ന ഇൻ്റലക്ച്വൽ മൈൻഡ്, അതിൻ്റെ അടിഭാഗത്ത് കാണുന്ന ദിക്റും ഹിഫ്ളും, ദറ്റ് മീൻസ് മെമ്മറികൾ, കോൺഷ്യസ് മെമ്മറി, അൺകോൺഷ്യസ് മെമ്മറി, അങ്ങനെയുള്ള. അപ്പോൾ തൻ്റെ ചിന്തയും മെമ്മറിയും ഇതിനകത്തുണ്ട് എന്ത് മൈൻഡ്. എന്നാൽ ചിന്തയിലേക്ക് വരുന്നതോ തൻ്റെ സെൻസറി ആൻഡ് എക്സ്റ്റേണൽ, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സെൻസറി ആൻഡ് പെർസെപ്ഷൻ, ബസർ എന്ന് പറയും. നമ്മൾ കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന, അനുഭവിക്കുന്ന, രുചിക്കുന്ന, മണക്കുന്ന, ഇതിനുപയോഗിക്കുന്ന തൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ, അതുപോലെ ബാലൻസ്, പ്രഷർ, ടെമ്പറേച്ചർ എല്ലാം ഉള്ളിൽ അറിയുന്ന അതിൻ്റെ സംവിധാനങ്ങൾ, സെൻസറീസ് ആൻഡ് പെർസെപ്ഷൻസ്. അതിലൂടെ കിട്ടുന്ന അറിവുകളെല്ലാം, കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന, അനുഭവിക്കുന്ന, രുചിക്കുന്ന, മണക്കുന്ന എല്ലാ സംഗതികളും തൻ്റെ ചിന്തയിലൂടെ വരികയും ഓർമ്മയിൽ അടിഞ്ഞുകൂടുകയും ചെയ്യും. ഓർമ്മയിൽ അൺകോൺഷ്യസ് മൈൻഡിലടക്കം അടിഞ്ഞുകൂടുകയും അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വൈബ്സ്, അദ്ദേഹത്തിൻ്റെ ഫീലിങ്സും എമോഷൻസും ഒക്കെ പുറത്തിലേക്ക് വരും. അത് ശരീരത്തിലൂടെ പ്രവർത്തിപ്പിക്കപ്പെടും. അത് തന്നെയാണ് ഒരാളുടെ ബന്ധം തീരുമാനിക്കുന്നത്. ആളുകളുമായിട്ടുണ്ടാകുന്ന ബന്ധം നല്ലതോ ചീത്തയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന, മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾ എങ്ങനെ പുറത്തു വരുന്നു എന്നതിനനുസരിച്ചാണ്. അത് തന്നെയാണ്. അതുകൊണ്ട് ഈ ബന്ധങ്ങളെല്ലാം ബാക്കിയുള്ള എല്ലാ കാര്യവും ശരിയായാലേ അദ്ദേഹത്തിൻ്റെ ഫൈനലായിട്ടുള്ള തൻ്റെ റിസ്ക് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ലൈഫ് എല്ലാം ശരിയായി കിട്ടും. അതുകൊണ്ട് മോർ ഡീറ്റെയിൽഡ് ആൻഡ് മോഡൽ ഓഫ് മൈൻഡ് ആൻഡ് മെൻ്റൽ പ്രോസസ്സാണ് നമ്മൾ മുമ്പിൽ ഈ കാണിച്ചു തന്നിട്ടുള്ളത്. അതോടൊപ്പം ഇതിൻ്റെ ഡീപ്പ് തലങ്ങളിൽ പോയ ഇൻ്റലക്ച്വൽ മൈൻഡ് തന്നെ ഒബ്സർവേഷൻ ആൻഡ് തോട്ട്സ്, തൻ്റെ പിന്നെ ചിന്തകളും മനസ്സിലാക്കലും, അതുപോലെ നോളേജ് ആൻഡ് വിസ്ഡം, കൺവിക്ഷൻ ഓർ ഡൗട്ട്, യക്കയാണോ ഷക്കീനാണോ, അതുപോലെ ജഡ്ജ്മെൻ്റൽ ഓർ ക്രിയേറ്റീവ് സ്കില്ല്, ഹുക്കുമ, ഇങ്ങനെ ചിന്തകൾക്ക് പല തട്ടിലാണ്. ഇതൊക്കെ ഇസ്ലാമിക് വേർഷൻസിലൂടെ അതോടൊപ്പം മോഡേൺ സൈക്കോളജിയുടെ കൊഗ്നിറ്റീവ് പ്രോസസ്സിൽ ഇതെല്ലാം വിശദീകരിക്കുന്നുണ്ട്. മോഡേൺ സൈക്കോളജിയുടെ കൊഗ്നിറ്റീവ് പ്രോസസ്സിൽ ഇതെല്ലാം വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഇതേ ഓർഡറിലല്ല. ഇത് ഇസ്ലാമിക് സ്കോളേഴ്സിൽ നിന്ന് ഓർഡർ എടുക്കുമ്പോൾ അത് കൂടുതൽ പ്രാക്ടിക്കലാണ്. കൂടുതൽ നമ്മൾ ലൈഫിൽ നിന്ന് നമ്മുടെ പ്രോബ്ലംസ് കണ്ടെടുക്കുവാനും പരിഹരിക്കുവാനും, നമുക്ക് എവിടെയാണ് പ്രോബ്ലംസ് ഉള്ളത് നോക്കാനും അത് ശരിയാക്കുവാനും തൻ്റെ വ്യക്തിത്വം ശരിയാക്കുവാനും വേണ്ടി ഉപകാരപ്പെടുന്നതാണ്. അതോടൊപ്പം ഇതിലൂടെ ഈ നീലഭാഗത്ത് കാണുന്ന, അടിഭാഗത്ത് കാണുന്ന മെമ്മറിയിൽ എല്ലാം സംഗതി പോയിട്ടും ലോഡായി വരും. അവിടെ ഉണ്ടാകുന്ന സ്പിരിച്വൽ ആൻഡ് കോർ വാല്യൂസ്, അതാണ് ഒരാളുടെ ദിക്ർ എന്ന് അറിയപ്പെടുന്നത്. പിന്നെ ലുബ് എന്ന് പറയുന്നത്, ലുബ്, കൽബ്, ഫുആദ്, സദർ, ഇങ്ങനെ വിശദീകരണങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് ഞാൻ പഠിപ്പിച്ചു തരാം.
അത് ഒരാളുടെ ആത്മീയ മൂല്യങ്ങൾ, സ്പിരിച്വൽ വാല്യൂസ്, അതോടൊപ്പം ഒരാളുടെ വിശ്വാസങ്ങൾ, ഒരാളുടെ ഉള്ളിൽ ഒരാളുടെ വിശ്വാസങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു, അതോടൊപ്പം ഒരാളുടെ വൈകാരികത, അറിവിലൂടെയുള്ള തൻ്റെ ഇൻഫർമേഷൻ സ്റ്റോറേജിൽ ഉണ്ടാകുന്ന വൈകാരികത, അതിനെ ഫുആദ് എന്ന് വിളിക്കുന്നു അത്തരം ഏരിയയെ. പിന്നെ ഔട്ടർ ഹേർട്ട്, അത് പിന്നെ തൻ്റെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം, അതിനെ സ്വതുർ എന്ന് വിളിക്കുന്നു. ഇതിലെല്ലാം ഏതെല്ലാം ഘടകങ്ങൾക്ക് റോളുണ്ട് എന്നെല്ലാം നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കി ഈ ഭാഗങ്ങൾ എടുത്തു കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമ്മുടെ പ്രോബ്ലംസ് എവിടെയാണെന്ന് നോക്കി കണ്ട് മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ മൈൻഡ് എന്നതിൻ്റെ കുറിച്ചാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. ആ മൈൻഡിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് ക്ലാസ് അടക്കം തരാൻ പറ്റുന്നത്. ആ മൈൻഡിലേക്കാണ് നിങ്ങളെ ക്ലാസ് അടക്കം തരുന്നത്. ഇതോടൊപ്പം തന്നെ ഒരാളുടെ മനസ്സ്, ഇപ്പം ഈ നിങ്ങളുടെ മുമ്പിൽ കാണുന്ന പിക്ചറിൽ നടുവിൽ കാണുന്ന ഇൻ്റലക്ച്വൽ മൈൻഡ് മെമ്മറി, ഇത് ഒരു തലം. ഇതിനപ്പുറത്തേക്ക് അപ്പുറത്തും ഇപ്പുറത്തും വേറെ തലങ്ങളുണ്ട്. ഇത് മനുഷ്യൻ്റെ ലോകമാണ്. ഈ മനുഷ്യൻ്റെ ലോകമല്ലാത്തതിന് അപ്പുറത്തേക്ക് വേറെ കുറേ ലോകങ്ങളുണ്ട്. അതായത് മെറ്റാഫിസിക്കലി മൾട്ടി യൂണിവേഴ്സ് എന്ന് പറയും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇവിടെ മനുഷ്യൻ്റെ ലോകത്താണ് നമ്മൾ ഇരിക്കുന്നത്, കാണുന്നത്, കേൾക്കുന്നത്, നമ്മൾ വിഹരിക്കുന്നത്. ഇവിടെ തന്നെ അള്ളാഹുവിൻ്റെ നൂറിൻ്റെ ഒരു ലോകമുണ്ട്. അള്ളാഹുവിൻ്റെ പ്രകാശത്തിൻ്റെ ഒരു ലോകമുണ്ട് ഇവിടെ. അള്ളാഹുവിൻ്റെ നൂറിൻ്റെ ഒരു ലോകം ഇവിടെ തന്നെ. അതോടൊപ്പം ഇവിടെ തന്നെ മലക്കുകളുടെ ഒരു ലോകമുണ്ട്. ഇവിടെ തന്നെ ജിന്നുകളുടെ ഒരു ലോകമുണ്ട്. ആ ജിന്നുകളിൽ നല്ല ജിന്നുകളുടെ ലോകമുണ്ട്, ചീത്ത ജിന്നുകളുടെ ശൈത്താന്മാരുടെ ലോകമുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഡിഫറെൻറ്റ് ലെയേഴ്സിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യത്യസ്ത ലോകങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ലോകത്ത് ഉണ്ടാകുന്നത്. ആ വ്യത്യസ്ത ലോകങ്ങളിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുന്നത്, ആ ലോകത്തിലേക്ക് നമ്മൾ നേരിട്ട് നമ്മളായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, അത് മനുഷ്യൻ്റെ മൈൻഡിലൂടെ. ഒരാളുടെ വിശ്വാസം, ഒരാളുടെ വിവേകം അല്ലെങ്കിൽ ചിന്ത, ഒരാളുടെ വൈകാരികത. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിലും ചിന്തയിലും വികാരത്തിലൂടെയാണ് ഈ മറ്റു ലോകങ്ങളിലേക്ക്, അത് അള്ളാഹുവിൻ്റെ നൂറിലേക്കാവട്ടെ, മലക്കുകളിലേക്കാവട്ടെ, ജിന്നുകളിലേക്കാവട്ടെ, ശൈത്താന്മാരിലേക്കാവട്ടെ ഉണ്ടാകുന്ന കണക്ടിവിറ്റി മൈൻഡിലൂടെയാണ് ഉണ്ടാകുന്നത്. അവരിൽ നിന്നുണ്ടാകുന്ന സ്വാധീനം നമ്മളിലേക്ക് എത്തിപ്പെടുന്നതും മൈൻഡിലൂടെയാണ്. ഇത് ആണ് അല്ലത് യുഎസ് ഫി സുദൂർ നാസ് മിനൽ ജിന്നത്തി വന്നാസ് എന്ന് പറഞ്ഞെടുത്ത് വിശദീകരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് ആളുകൾ മൈൻഡ് ടു മൈൻഡ്, മനുഷ്യനുമായിട്ട് മൈൻഡിലൂടെ ഉണ്ടാകുന്ന കണക്ഷൻസ് ഉണ്ട്. വസ്വാസ് എന്നതിൽ അതും വരും. മാത്രമല്ല അവിടെയാണ് ടെലിപ്പതി ആ രീതിയിലുള്ള വിശദീകരിക്കുന്നത്. എമോഷണൽ ട്രാൻസ്ഫറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊന്നും ഇല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന കുറേ പ്രതിഭാസങ്ങളുണ്ട്. എമോഷണൽ ട്രാൻസ്ഫറൻസ് ഇതൊക്കെ ഒരാളുടെ വ്യക്തിത്വത്തിലും ഒരാളുടെ രോഗനിർണയത്തിലൊക്കെ കാര്യമായ പങ്ക് വഹിക്കുന്നുണ്ടെന്നർത്ഥം. അതുകൊണ്ട് ഈ വ്യത്യസ്തമായ അപ്പുറത്തുള്ള അള്ളാഹു അല്ലെങ്കിൽ ഒരു ഹയർ പവർ, ഒരു ഉയർന്ന ശക്തിയിലേക്ക് മനുഷ്യൻ കണക്ട് ചെയ്യുന്ന ആ അവസ്ഥ ട്രാൻസ്ഡെൻ്റൽ അല്ലെങ്കിൽ ട്രാൻസ്പേഴ്സണൽ സൈക്കോളജി, ട്രാൻസ്ഡെൻ്റൽ സൈക്കോളജി എന്ന് പറയും, മനസ്സിലായില്ലേ? അതും ഇപ്പുറത്ത് ശൈത്താന്മാരും ജിന്നും മലക്കും ഒക്കെ ആയിട്ടുള്ള കണക്ഷൻസ്, ഇതിനെ പാരാസൈക്കോളജി എന്നും പറയും. അപ്പോൾ ട്രാൻസ്ഡെൻ്റൽ സൈക്കോളജിയും പാരാസൈക്കോളജിയും നോർമൽ സൈക്കോളജിയും അതോടൊപ്പം അടിഭാഗത്ത് വരുന്ന മനുഷ്യൻ്റെ ഫിസിക്കൽ അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഇടപെടലുകളും, അങ്ങനെ മൊത്തത്തിൽ 4 തലത്തിൽ ഉൾക്കൊണ്ട് വേണം എന്തെങ്കിലും പ്രോബ്ലംസ്, അത് ശാരീരികമായ പ്രശ്നമാവട്ടെ, മാനസികമാവട്ടെ, സാമ്പത്തികമാവട്ടെ, സാമൂഹികമാവട്ടെ, വ്യക്തിത്വപരമായിട്ടുള്ളതാവട്ടെ, സ്വഭാവത്തിലും പെരുമാറ്റത്തിലുള്ളതാവട്ടെ, എന്തൊരു പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ഈ 4 തലങ്ങളും കൂടെ ഒരുമിച്ച് പരിഗണിച്ചെങ്കിൽ മാത്രമേ ഇതിന് പരിപൂർണമായ രീതിയിൽ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റൂ. ഇതാണ് ഞാൻ പറഞ്ഞത്, അറിവാണ് പരിഹാരം. ഈ രീതിയിൽ ഈ 4 തലത്തിലുള്ള അറിവിലൂടെ മുന്നോട്ട് നീങ്ങിയാൽ മാത്രമേ പരിഹരിക്കാൻ പറ്റൂ. അതുകൊണ്ട് മോഡേൺ സൈക്കോളജിൻ്റെ ആളുകൾ എന്ത് ചെയ്യും, പ്ലെയിനായിട്ട് തള്ളും. ഇത് ഒരു ട്രാൻസ്ജെൻഡൽ സൈക്കോളജി ഒരു തള്ളും. ദാറ്റ് മീൻസ് ഒരു ഹു ഈസ് ഗോഡ്, വെർ ഈസ് ഗോഡ് എന്ന് ചോദിക്കുന്ന ആളുകളല്ല പിന്നെ അധികം ഉള്ളത്. ദാറ്റ് മീൻസ് ദൈവത്തെ നിഷേധിക്കുന്ന ആളുകൾ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ട്രാൻസ്ജെൻഡർ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ചില അർത്ഥമില്ലാത്തതാണ്. അതിലുപരി പാരാസൈക്കോളജി, ജിന്ന്, ഷൈത്താന്, മലക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും അവർക്ക് എന്ത് ചെയ്യാണ്, പുച്ഛമാണ്. അവർക്ക് പാരാസൈക്കോളജി അവർ ദേ വിൽ നോട്ട് ആക്സെപ്റ്റ്. അതുകൊണ്ട് ട്രാൻസ്ജെൻഡർ സൈക്കോളജിയും അല്ലെങ്കിൽ ട്രാൻസ്പേഴ്സണൽ സൈക്കോളജിയും അതുപോലെ പാരാസൈക്കോളജിയും പരിഗണിക്കാതെ ഉള്ള സൈക്കോളജി കൊണ്ട് മാത്രമുള്ള കൗൺസിലിങ്ങോ ക്ലാസ്സസോ മോട്ടിവേഷനോ തെറാപ്പീസോ 100% ഉപകാരം ചെയ്യില്ല. ഇത്തരം സംഗതികൾ പരിഗണിക്കാതെയുള്ള ചികിത്സകളും 100% ഭൗതികമായ ചികിത്സകളും 100% ഉപകാരപ്പെട്ടോളണം എന്നില്ല. അതുകൊണ്ട് ഇത്തരം 4 കൂടെ ഒരുമിച്ച് പരിഗണിക്കുന്ന രീതിയിലുള്ളതാണ് ട്രീറ്റ്മെൻറ്റും കോച്ചിങ്ങും. ഒരാളുടെ വ്യക്തിത്വം ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ, ഒരാളുടെ പേഴ്സണാലിറ്റി പ്രോബ്ലംസ് ശരിയാക്കിയെടുക്കണമെങ്കിൽ ഈ 4 ആംഗിളും
പരിഗണിച്ചേ പറ്റൂ. അപ്പോഴേ പൂർണ്ണമായ അർത്ഥത്തിൽ അത് ശരിയാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഈ 4 കൂടെ പരിഗണിക്കുന്നതായതുകൊണ്ട് ഇത്തരം കോച്ചിങ്ങിന് കൗൺസിലിങ്ങിന് പറയുന്നതാണ് ട്രാൻസ്പേഴ്സണൽ കൗൺസിലിംഗ്. ട്രാൻസ്പേഴ്സണൽ കൗൺസിലിംഗ് ദാറ്റ് മീൻസ് അഡ്രസ്സിങ് ദ സ്പിരിച്വൽ പേഴ്സൺ ഇൻസൈഡ് ദ ഫിസിക്കൽ പേഴ്സൺ. ഒരു മനുഷ്യൻ്റെ ശരീരത്തിനകത്തൊരു ഒരു ആത്മീയ ശരീരമുണ്ട്. ആ ശരീരത്തിനോട് ആണ് നമ്മുടെ സംവാദം, ആ ശരീരത്തിനോടാണ് നമ്മുടെ ഇടപെടലുകൾ. ഇതാണ് ഇതിനെക്കുറിച്ച് ഉള്ളത്. വീണ്ടും സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പ്രോബ്ലം മീൻസ് ഡിസ്ഓർഡേഴ്സ് ഇൻ ദ ലൈഫ്. പ്രോബ്ലം മീൻസ് ഡിസ്ഓർഡേഴ്സ് ഇൻ ദ ലൈഫ് ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഡിസോർഡറുകളും അതിൻ്റെ പരിണിത ഫലങ്ങളും മാത്രമാണ് പ്രോബ്ലംസ്. അത് പല തട്ടിലൂടെ വരും. ആദ്യമായിട്ട് എല്ലാ പ്രോബ്ലം തുടങ്ങുന്നത് എവിടെയാണെന്നറിയോ? ആദ്യമായിട്ട് എല്ലാ പ്രോബ്ലം തുടങ്ങുന്നത് ഗ്രാജുവലി, ക്രമേണ വളർന്നു വരുന്ന പ്രോബ്ലംസ്. ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും സംഭവം ഉണ്ടായി, ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു മുസീബത്ത് ഉണ്ടായി, ദാറ്റ്സ് സംതിങ് എൽസ്. ഗ്രാജുവലി, ക്രമേണ വളർന്നു വരുന്ന പ്രോബ്ലംസ് അത് ഇന്നലത്തേക്കാൾ കൂടുതൽ ഇന്ന്, ഇന്നത്തേക്കാൾ കൂടുതൽ നാളെ, ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ കൂടുതൽ ഈ ആഴ്ച, ഈ ആഴ്ചത്തേക്കാൾ കൂടുതൽ അടുത്ത ആഴ്ച, കഴിഞ്ഞ മാസത്തേക്കാൾ കൂടുതൽ ഈ മാസം, ഈ മാസത്തേക്കാൾ കൂടുതൽ അടുത്ത മാസം, ഈ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഈ വർഷം, ഇതിനേക്കാൾ കൂടുതൽ അടുത്ത വർഷം, ഇങ്ങനെ വളർന്നു വരുന്ന പ്രോബ്ലംസ്. അത് ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ, സാമൂഹികതയോ നമ്മളെ എൻവയോൺമെൻറ്റിലോ എന്തോ ആയിക്കോട്ടെ, അങ്ങനെ വരുന്നതെല്ലാം സ്റ്റാർട്ടിങ് പോയിന്റ് സോഷ്യൽ പ്രോബ്ലംസ്, വ്യക്തികളുടെ തമ്മിലുണ്ടാകുന്ന ബന്ധങ്ങളിലുണ്ടാകുന്ന പ്രോബ്ലംസ്. അതിന് തുടക്കം റസൂലിൻ്റെ ഹദീസിൽ സൂചിപ്പിച്ചതുപോലെ ഓരോ മനുഷ്യനും അവൻ്റെ ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. അവനെ പിന്നെ യഹൂദനോ ക്രിസ്ത്യാനിയോ മജൂസിയോ ആക്കുന്നവൻ്റെ മാതാപിതാക്കളാണെന്ന് പറഞ്ഞതുപോലെ ഓരോ മനുഷ്യൻ്റെയും ശുദ്ധ പ്രകൃതിയെ നശിപ്പിക്കുന്നത് അവൻ്റെ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും അവൻ്റെ പിയർ ഗ്രൂപ്പ്, അവനെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരും പഠിപ്പിക്കുന്ന ആളുകളും അവൻ്റെ സോഷ്യൽ റിലേഷൻഷിപ്പ്. അപ്പോൾ സോഷ്യൽ പ്രോബ്ലംസ് ആണ് ആദ്യം തുടങ്ങുന്നത്. എന്ത് പ്രോബ്ലത്തിൻ്റെയും ഫ്രണ്ടിൽ തുടങ്ങുന്നത് സോഷ്യൽ പ്രോബ്ലംസ്. സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായാൽ ഒരാൾക്ക് മെൻ്റൽ പ്രോബ്ലംസ് ഉണ്ടാവും. മെൻ്റൽ എന്ന് വിളിക്കാൻ മാത്രം ഉണ്ടാവില്ല, മെൻ്റലായിട്ടുണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ മെൻ്റൽ എന്ന അവരുടെ ചിന്തയിലും ഓർമ്മയിലും അതിൻ്റെ അടയാളങ്ങൾ അനുഭവപ്പെടും, രോഗം തുടങ്ങും. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വ പേഴ്സണാലിറ്റി പ്രോബ്ലംസ് ആയി മാറും. പേഴ്സണാലിറ്റി പ്രോബ്ലംസുകൾ മാത്രമാണ് ഫിസിക്കൽ പ്രോബ്ലംസ് ആയിട്ട് വരുന്നതും. എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്, ഉപജീവനത്തിൻ്റെയും റിസ്കിൻ്റെയും, കച്ചവടം, ബിസിനസ്സും, പൊളിറ്റിക്സും, ഇടപെടലുകളും, സാമൂഹിക പ്രവർത്തനം എല്ലാം. അപ്പോൾ എൻവയോൺമെൻറ്റൽ പ്രവർത്തനത്തിലും ഫിസിക്കൽ പ്രോബ്ലത്തിലും എൻവയോൺമെൻറ്റൽ പ്രോബ്ലവും ഫിസിക്കൽ പ്രോബ്ലം ഉണ്ടോ, ഉറപ്പാ അദ്ദേഹത്തിന് പേഴ്സണാലിറ്റി പ്രോബ്ലംസ് ഉണ്ട്. പേഴ്സണാലിറ്റി പ്രോബ്ലംസ് ഉണ്ടോ, ഉറപ്പാ മെൻ്റൽ ഇഷ്യൂസ് അദ്ദേഹത്തിനുണ്ട്. മെൻ്റൽ ഇഷ്യൂസ് അദ്ദേഹത്തിനുണ്ടോ, ഉറപ്പാ അദ്ദേഹത്തിന് സോഷ്യൽ റീസൺസ്, ഒരു സാമൂഹിക കാരണം കൊണ്ട് മാത്രമാണ് അത് ഡെവലപ്പ് ചെയ്തു വന്നത്. അപ്പോൾ സാമൂഹിക കാരണം ഉണ്ടാകുവാൻ എൻവയോൺമെൻറ്റൽ കാരണങ്ങൾ ഉണ്ടായാൽ സാമൂഹിക കാരണങ്ങൾ ഉണ്ടാവാം. എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ഉണ്ടായാൽ മെൻ്റൽ പ്രോബ്ലംസ് ഉണ്ടാകാം. അതുപോലെ ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ടായാൽ സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാകാം. അപ്പോൾ ഒരേ റൂട്ടിലൂടെയല്ല, ഒന്നുള്ളത് കൊണ്ട് തിരിച്ചും മറിച്ചും എല്ലാം ഉണ്ടാകും. ഒന്ന് മറ്റൊന്നിന് കാരണമാകുന്ന ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷനാണ് ഇതിലുള്ളത്. ഒന്നുണ്ടായാൽ മറ്റൊന്നുണ്ടാകാം, അതുണ്ടായാൽ മറ്റൊന്നും ഉണ്ടാകാം, അതുണ്ടായാൽ മറ്റു പലതും ഉണ്ടാകാം. അപ്പോൾ ഈ റിലേഷൻഷിപ്പ്, ഇതിനെയാണ് മോഡേൺ സൈക്കോളജിയിൽ റെസിപ്രോക്കൽ ഡിറ്റർമിനിസം എന്ന് പറയുന്നത്. is the concept proposed by Albert Bandura in 1978. 1978 ആൽബർട്ട് ബന്ദൂറ എന്ന് പറയുന്ന ഒരാളാണിത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ ഇൻട്രാക്ഷൻ ആൻഡ് മ്യൂച്വൽ ഇൻഫ്ലുവൻസ്, പരസ്പരമുള്ള കണക്ഷൻസും മ്യൂച്വൽ സ്വാധീനം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്വാധീനം ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ്, വ്യക്തികളുടെ ഫാക്ടേഴ്സ് സച്ച് ആസ് കോഗ്നിഷൻ, അദ്ദേഹത്തിൻ്റെ ഇൻ്റലക്ട് ആൻഡ് ബിഹേവിയർ, സ്വഭാവം, ആൻഡ് സോഷ്യൽ ഫാക്ടർ, അദ്ദേഹത്തിൻ്റെ സാമൂഹിക ഘടകങ്ങളും, അതുപോലെ എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസസ്. സാമൂഹികവും എൻവയോൺമെൻറ്റലും അദ്ദേഹത്തിൻ്റെ കൊഗ്നിഷൻ, അദ്ദേഹത്തിൻ്റെ ഇൻ്റലക്ച്വലും, അതുപോലെ പേഴ്സണൽ ഫാക്ടേഴ്സും എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറ്റൊന്നിന് കാരണമാകുന്ന റെസിപ്രോക്കൽ റിലേഷൻഷിപ്പും ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നതിന് റെസിപ്രോക്കൽ ഡിറ്റർമിനിസം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒരാളുടെ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ട് ആ വശങ്ങളിൽ ചിലതെല്ലാം ഒരു ചികിത്സ എന്നുള്ളത് കൊണ്ട് ശരിയാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഒരു കൗൺസിലിംഗ് കൊണ്ടോ തെറാപ്പി കൊണ്ടോ അതുപോലെ ഖുർആനികമായിട്ടുള്ള ആത്മീയ ചികിത്സകൾ കൊണ്ടോ ശരിയാക്കിയെടുക്കാൻ പറ്റുന്നത് ആണെങ്കിൽ അതിന് ഒരു ഹീലിംഗ്, ഒരു ചികിത്സ എന്ന അർത്ഥത്തിൽ ഹോളിസ്റ്റിക് ഹീലിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതല്ല, ചില ആളുകൾക്ക് ഇത് ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ ശരിയാവില്ല. അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി തന്നെ റീമോൾഡ് ചെയ്യുക, ഉരുക്കി വാർക്കണം, റീറിഫ്രെയിം ചെയ്യണം, റീഇൻവെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ലൈഫ് കോച്ചിങ് കൊടുക്കുക, ലൈഫ് ലീഡർഷിപ്പ് കോച്ചിങ് എന്ന് നമ്മൾ കൊടുക്കുന്നത്. അത് ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ
വെൽബീയിങ് എത്തുന്നൊരവസ്ഥ. ദാറ്റ് മീൻസ് അദ്ദേഹത്തിൻ്റെ ഹാപ്പിനെസ്സോടുകൂടി, സന്തോഷത്തോടുകൂടി ഒരാൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്കും മാർഗത്തിലേക്കും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു സന്തോഷത്തോടുകൂടി. അങ്ങനെ ഉണ്ടാകുന്നൊരവസ്ഥ ഒരു വെൽബീയിങ്. അത് അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് അദ്ദേഹം കംപ്ലീറ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ്നെസ്സോട് കൂടി ചെയ്യുന്നതിനാണ്, അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പോട് കൂടി ചെയ്യുന്നതാണ് ലൈഫ് ലീഡർഷിപ്പ് കോച്ചിങ്. അപ്പോൾ ലൈഫ് ലീഡർഷിപ്പ് കോച്ചിങ് തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ അക്കല്, കൽബ്, നഫ്സ്, ജസദിലൊക്കെ പല ഭാഗത്തും ഇതിൻ്റെ പിന്നെ കറപ്ഷൻസ് ഉണ്ടാകും. അതുകൊണ്ട് കറക്ഷൻസ് ആവശ്യം വരും. അതുകൊണ്ട് പിന്നെ റൂഹിൽ, അതുപോലെ കൽബിലും റൂഹിലും ഒക്കെ പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു റിപ്പയർ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ്, ചികിത്സിച്ചെടുക്കാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണെങ്കിൽ, സ്പിരിച്വൽ പിന്നെ ഇഷ്യൂസ് ഒക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാം, അതിന് പിന്നെ കൗൺസിലിങ്ങും, സൈക്കോളജിക്കൽ കൗൺസിലിങ്ങും സ്പിരിച്വൽ ഹീലിങ്ങിലൂടെ ശരിയാക്കിയെടുക്കാൻ പറ്റും. അത് ബയോളജിക്കൽ പ്രോബ്ലംസ് ആണെങ്കിൽ അതിന് വിൽ റെഫർ ടു അതിൻ്റെ ബയോളജിക്കൽ മെഡിക്കൽ പീപ്പിൾ ഉണ്ട്. അത് ഏത് രോഗം എന്ത് എന്നൊക്കെ നമ്മൾ അഭിപ്രായ പ്രകാരം നമ്മൾ റെഫർ ചെയ്യും. ആൾറെഡി അത്തരം ആളുകൾക്ക് എത്തിപ്പെട്ടിട്ടുണ്ടാകും. അവരുടെ നിഗമനങ്ങളും കണ്ടെത്തലുകളൊക്കെ നമ്മൾ പരിഗണിക്കും. മൂന്നാമത് വ്യക്തിബന്ധങ്ങളിലാണെങ്കിൽ അത് റിക്കൺസിലിയേഷൻ വഴി, ട്യൂട്ടറിങ് വഴി, കൗൺസിലിംഗ് വഴി നമുക്ക് ആളുകൾ തമ്മിൽ ഉണ്ടാകുന്ന ബന്ധങ്ങളും പിന്നെ പേഴ്സണൽ പ്രോബ്ലംസ് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്, ഒരാളുടെ പിന്നെ ലൈഫിലുണ്ടാകുന്ന സ്പിരിച്വൽ ബ്ലോക്കുകൾ, ആത്മീയമായ ബ്ലോക്കുകൾ പോലും ഇതാണ് എന്ത് ചെയ്യുന്നത്, ഒരാളുടെ പിന്നെ എൻവയോൺമെൻറ്റൽ ലൈഫിലുണ്ടാകുന്ന ബ്ലോക്കുകൾ. അതെല്ലാം സ്പിരിച്വൽ അദ്ദേഹത്തിൻ്റെ ഡിസേബിളിംഗ് ബിലീഫുകൾ എന്തെന്നെല്ലാം കണ്ടെടുത്ത് അദ്ദേഹത്തിൻ്റെ എൻവയോൺമെൻറ്റൽ ലൈഫുകളും ശരിയാക്കി എടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് ഈ ശൈത്താനികമായ ജിന്ന് ലോകത്തുണ്ടാകുന്ന ശൈത്താനികമായ, അതുപോലെ പിന്നെ എന്താ പറയുക, പാരനോർമൽ ഇൻഫ്ലുവൻസസ്, പാരനോർമൽ ടച്ചിങ്ങും പാരനോർമൽ കണക്ഷൻസും ഒക്കെ ആയിട്ടുണ്ടാകും. മനസ്സിലായില്ലേ? ഒരു ബാധ എന്ന് പറയുന്ന പൊസിഷൻ ലെവലിൽ എത്തിയിട്ടില്ലെങ്കിലും ഒരു കണക്ഷൻസ് മറ്റേ ആൾറെഡി കണക്റ്റഡ് ടു ദ സൈക്കോളജിക്കൽ വേൾഡ്. അങ്ങനെ വരുന്ന സമയത്ത് പാരനോർമൽ ഇൻവെസ്റ്റിഗേഷൻസും ക്ലീൻസിങ് പ്രൊസീജിയർ വഴി നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. ഇതാണ് ഒരു ഹോളിസ്റ്റിക് ഹീലിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇത്തരം ചില വ്യക്തികൾക്ക് ഇതൊരു ഹീലിംഗ് പ്രോസസ്സ് എന്നുള്ളത് കൊണ്ട് മതിയാവില്ല. ഏതാനും ചുരുക്കം ചില കേസുകൾ ദിവസങ്ങളിലോ പിന്നെ സെഷൻസ് അവസരങ്ങളിലോ നടത്തിയാൽ മതിയാവില്ല. ചില ആളുകൾക്ക് ടൈം വെച്ചുകൊണ്ട് ഒരു കൂടുതൽ മാസങ്ങൾ എടുത്തുകൊണ്ട് അവരുടെ പേഴ്സണാലിറ്റി കറക്റ്റ് ചെയ്തെടുക്കേണ്ടി വരും. അതിനാണ് ലൈഫ് കോച്ചിങ് നമ്മൾ കൊടുക്കുന്നത്. ഇതാണ് ഇതിനെക്കുറിച്ചുള്ളൊരു ഇതിനൊരു മൊത്തമായിട്ടുള്ള ഒരു രൂപരേഖ. അതുകൊണ്ട് അവർ ലൈഫ് ലീഡർഷിപ്പ് കോച്ചിങ്, നമ്മുടെ ലൈഫ് ലീഡർഷിപ്പ് കോച്ചിങ് എന്ന് വെച്ചാൽ ഒരാളുടെ ജന്മനാലുള്ള ഫിത്ര, ജന്മശുദ്ധി, നേച്ചുറൽ ഡിസ്പോസിഷൻ, നേച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ്, അത് ശുദ്ധമായ രീതിയിൽ ഇതുവരെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയിൽ വന്നിട്ടുള്ളത് മാറ്റിയെടുത്ത് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി റീഫ്രെയിം ചെയ്ത് അദ്ദേഹത്തിൻ്റെ കോർ വാല്യൂസ് ശരിയാക്കി കൊടുത്തിട്ട് ആ ഹെൽത്തി പേഴ്സണാലിറ്റി ആക്കി മാറ്റും. ഹെൽത്തി പേഴ്സണാലിറ്റി ആക്കിയെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഹെൽത്തി ഫിസിക്കൽ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ബോഡിയും ഡിറ്റീറിയേറ്റ് വന്നുകൊണ്ടിരിക്കും. പിന്നെ കേടുപാടുകൾ സംഭവിച്ചുകൊണ്ടും ആരോഗ്യം തകർന്നുകൊണ്ടിരിക്കും. ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി ആണെങ്കിൽ മാത്രമേ ആരോഗ്യം ശരിയാവണ്ണം യുവത്വത്തിലും യുവത്വത്തിന് ശേഷവും കൊണ്ടു നടക്കാൻ പറ്റും. ഇല്ലെങ്കിൽ യുവത്വത്തിൽ ആരോഗ്യമൊക്കെ ഉണ്ടാകുമ്പോൾ യുവത്വം കയ്യിനോട് കൂടി ആരോഗ്യം കംപ്ലീറ്റ് പോകും. വാർദ്ധക്യത്തിൽ കുത്തുവാളെടുക്കും എന്നർത്ഥം. ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്താലേ വാർദ്ധക്യത്തിൽ പോലും ഹെൽത്തി ആയിട്ടുള്ള ഫിസിക്കൽ ബോഡി പിന്നെ ആരോഗ്യം കൊണ്ടു നടക്കാൻ കഴിയും. അത് രണ്ടും ശരിയായെങ്കിൽ മാത്രമേ ഒരാളുടെ ഹെൽത്തി റിലേഷൻഷിപ്പ്, ആളുകളുമായിട്ട് അടുക്കേണ്ടുന്നവരെ അടുപ്പിച്ച് വിട്ടു നിർത്തേണ്ടുന്നവരെ വിട്ടു നിർത്തി, എല്ലാവരും അടുപ്പിക്കലല്ല, അടുക്കേണ്ടുന്നവരെ അടുപ്പിച്ച് വിട്ടു നിർത്തി ഒരു ബൗണ്ടറി, ഒരു അതിര് വെച്ച് ആ ബൗണ്ടറി അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാൻ അനുവദിക്കാത്ത ഒരു ലെവലാണ് ഒരാളുടെ ഹെൽത്തി റിലേഷൻഷിപ്പും ഹെൽത്തി ബൗണ്ടറീസും. അത് ഡിഫൈൻ ചെയ്ത് കൊടുക്കാനാണ്. മറ്റൊന്ന്, പ്രപഞ്ചത്തിൽ അള്ളാഹു വെച്ചിട്ടുള്ള ഒരുപാട് ലക്കുകൾ, ഒരുപാട് നന്മകൾ, ഒരുപാട് ഹൈറുകൾ, ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് ഗ്രേറ്റ്നെസ് സംഗതികൾ, അതെല്ലാം നമുക്ക് ആർജിക്കുവാനും കണ്ടെടുക്കുവാനും ഉപയോഗിക്കുവാനുള്ള കഴിവുകളല്ല നമ്മുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഒരു നേച്ചുറൽ ഡിസ്പോസിഷൻ, അതല്ല ജനറ്റിക്കലി, അതല്ല നമ്മുടെ റൂഹിൽ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തൻ്റെ ഉള്ളിലുണ്ടാകുന്ന കഴിവുകൾ, പൊട്ടൻഷ്യൽ, ഇൻബോൺ പൊട്ടൻഷ്യൽ പുറത്തെടുക്കലും പ്രപഞ്ചത്തിൻ്റെ വിശാലമായ അവസരങ്ങൾ നമ്മളിലേക്ക് എത്തിപ്പിക്കലും കണ്ടുപിടിക്കലും, ഇതാണ് എൻവയോൺമെൻറ്റൽ ലൈഫിൽ നമുക്ക് മാറ്റം വരുത്താനുള്ളത്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലൈഫ് കംപ്ലീറ്റ് ആയി. ദാറ്റ് മീൻസ് എല്ലാം തികഞ്ഞു എന്നല്ല അർത്ഥം. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിലേക്കും മാർഗത്തിലേക്കും സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റുന്ന ഒരു
അയാൾ തന്നെ നയിക്കുന്ന മറ്റൊരാളെ കൂടുതൽ ആശ്രയിക്കാത്ത രീതിയിൽ അയാൾക്ക് തന്നെ മുന്നോട്ട് നീക്കാൻ പറ്റുന്ന സെൽഫ് കംപ്ലീറ്റ്നെസ്, അതാണ് ലീഡർഷിപ്പ് കോച്ചിങ്ങിലൂടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ലൈഫ് ലീഡർഷിപ്പ് കോച്ചിങ്ങിലൂടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ വിഷയമായിട്ട് കൊണ്ട് നമ്മുടെ ഇത് കൊടുക്കുന്ന നമ്മുടെ എന്താണ് നമ്മുടെ കോഡ് ഓഫ് എത്തിക്സ്, നമ്മുടെ കോഡ് ഓഫ് കോണ്ടക്ട് എന്താണ്, നമ്മളെക്കുറിച്ച് കുറച്ച് വിശദീകരണമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇബ്നു തൈമിയ ഹോളിസ്റ്റിക് ഹീലിംഗ് ആൻഡ് ലൈഫ് കോച്ചിങ് കോഡ് ഓഫ് എത്തിക്സ് എൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇൻ്റർനാഷണൽ മെറ്റാഫിസിക്കൽ പ്രാക്ടീഷണർ അസോസിയേഷൻ്റെ മെമ്പറാണ് ഞാൻ. അതിൽ ആ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ കോഡ് ഓഫ് കോണ്ടക്ട് നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്ത് അത് അവർക്ക് അയച്ചു കൊടുത്ത് അവർ അപ്രൂവ് ചെയ്തിട്ട് അവർ ഹാപ്പി ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇൻ്റർനാഷണൽ മെറ്റാഫിസിക്കൽ പ്രാക്ടീഷണർ അസോസിയേഷൻ്റെ മെമ്പർഷിപ്പ് തരൂ. അതുകൊണ്ട് കോഡ് ഓഫ് കോണ്ടക്ട് നമ്മൾ ഉണ്ടാക്കി അവർക്ക് അയച്ചു കൊടുത്ത് അവർ എഡിറ്റ് ചെയ്യാൻ പറഞ്ഞ ഭാഗം എഡിറ്റ് ചെയ്ത് ബാക്കി നേരാൻ വണ്ണം നമ്മുടെ സൈറ്റിൽ അതുപോലെ ഇന്നും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ ഒന്ന് നമ്മുടെ വിശ്വാസം. യെസ്, നമ്മൾ ഇസ്ലാമിക് വിശ്വാസമുള്ള ആളുകളാണ്. ഇസ്ലാമിൽ തന്നെ ഷിയാക്കൾ സുന്നി രണ്ടെണ്ണമുണ്ട്, സുന്നി വിഭാഗത്തിൽപ്പെട്ടതാണ്. ആൻഡ് വി ഡോണ്ട് റെസ്ട്രിക്റ്റ് അവർ സർവീസ് ടു പീപ്പിൾ ഹാവിങ് അതർ റിലീജിയസ് ബിലീഫ്. എന്നാൽ മറ്റു മതവിശ്വാസികൾക്കോ മറ്റു സംസ്കാരമുള്ളവർക്കോ നമ്മുടെ ചികിത്സ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, തടയുന്നില്ല. ഏത് മതവിശ്വാസികൾക്കും ഏത് സംസ്കാരമുള്ളവർക്കും നമ്മുടെ ചികിത്സകൾ നമ്മൾ കൊടുക്കുന്നതാണ്. ആൻഡ് ഇസ്ലാമിക് പ്രിൻസിപ്പിൾ ആൻഡ് പ്രാക്ടീസ് വി ഫോളോ. ഇസ്ലാമിക് പ്രാക്ടീസ് ഇത് തന്നെ നമ്മൾ പിൻപറ്റുന്നത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അതേ സ്കൂൾ ഓഫ് തോട്ട്സിലുള്ള ആളുകളാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിച്ചാൽ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ അധ്യാപനങ്ങളാണ് ആദ്യത്തെ 3 തലമുറകളിലേക്ക് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന കാഴ്ചപ്പാടുകളും വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും എല്ലാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും റൂൾ ഔട്ട് ചെയ്ത് ശരിയാക്കിയെടുത്ത് മീൻസ് വിശദീകരിച്ചെടുത്താണ്. പ്രത്യേകിച്ച് ഇമാം അഹമ്മദിനെ പോലെയുള്ള പൂർവികരായിട്ടുള്ള ആളുകളൊക്കെ. അതുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാർ, അതുപോലെ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാർ, അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളിലും ശിഷ്യന്മാരിൽപ്പെട്ട ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അതുപോലെ സൗദി അറേബ്യയിലുണ്ടായിരുന്ന മുൻ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് ബിൻ ബാസ്, ഇപ്പോഴുള്ള സൗദി അറേബ്യയിലെ ഒഫീഷ്യൽ സ്കോളേഴ്സ് അസോസിയേഷൻ ഗ്രാൻഡ് മുഫ്തിയുടെ അബ്ദുൽ അസാർ ഷെയ്ഖിൻ്റെ ചെയർമാൻഷിപ്പിലുള്ള ഒഫീഷ്യൽ ഗ്രാൻഡ് മുഫ്തി ഒഫീഷ്യൽ സ്കോളേഴ്സ് അസോസിയേഷൻ, ഇവരെയാണ് നമ്മൾ പിൻപറ്റുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ സുന്നി, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ്, ചേകനൂർ, ഖാദിയാനി ഇതിലാരുമായിട്ടും നമുക്കൊരു അഫിലിയേഷനും ഇല്ല. എന്നാൽ നമ്മുടെ സുഹൃത്തുക്കളും പരിചയക്കാർക്കും എല്ലാ വിഭാഗത്തിലുമുണ്ട്. അതോടൊപ്പം തന്നെ നന്മയിൽ നമ്മൾ എല്ലാവരോടും സഹകരിക്കും, തിന്മയിൽ ആരോടും സഹകരിക്കില്ല. നന്മയിലും പുണ്യത്തിലും സഹകരിക്കുക, അല്ലാത്തതിൽ സഹകരിക്കാതിരിക്കുക. ഖുർആന്റെ കൽപ്പന പ്രകാരം ആണ് നമ്മൾ ആ അകലം പാലിച്ചുകൊണ്ട് നമ്മൾ വരുന്നു. ഇതാണ് നമ്മുടെ മതപരമായ വിഷയം. ഒപ്പം നമ്മുടെ കോർ വാല്യൂസ്, നമ്മുടെ അടിസ്ഥാന മൂല്യങ്ങൾ, അവർ ബേസിക് എത്തിക് ഈസ് ഡു നോട്ട് ഹാം ആൻഡ് ഡു റൈറ്റ്. ചെയ്യുന്നത് ശരി ചെയ്യുക, ആൻഡ് ഡു നോട്ട് ഹാം, മറ്റുള്ളവരെ ഉപദ്രവിക്കല്ലേ, ചെയ്യുന്നത് ശരിയായി ചെയ്ത്. ഡു നോട്ട് ഹാം ആൻഡ് ഡു റൈറ്റ്. ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി ഏത് മതവിശ്വാസിയാണെങ്കിലും ഏത് മതത്തിലും സംഹിതയിലും വിശ്വസിക്കുന്നവരാണെങ്കിലും ഒരു ശരിയായ ഹെൽത്തി പേഴ്സണാലിറ്റി ഒരാൾക്കുണ്ടാണോ അയാൾ ഇത് സമ്മതിച്ചേ പറ്റൂ. ഡു റൈറ്റ് ആൻഡ് ഡു നോട്ട് ഹാം. ഒരാളെ ഉപദ്രവിക്കല്ലേ, നല്ലത് മാത്രം ചെയ്യും എന്നതാണ്. ഈ ഒരു ബേസിക് ഇത് അംഗീകരിച്ചാൽ മാത്രമേ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് വി വർക്ക് ഫോർ ദ ഹയസ്റ്റ് ഗുഡ് ആൻഡ് എംപവർമെൻറ്റ് ഓഫ് ആൾ കൺസേൺഡ്. നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ക്ലയൻസ്, നമ്മുടെ കക്ഷികളും നമ്മളെടുത്ത് വരുന്ന ആളുകളും നമ്മളുടെയും എല്ലാവരുടെയും മൊത്തത്തിലുള്ള നന്മയും എംപവർമെൻറ്റും ശക്തിപ്പെടുത്തലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് അവർ സക്സസ് ഫോർമുല, നമ്മുടെ വിജയത്തിൻ്റെ ഫോർമുല പ്രത്യേകം സൂക്ഷിച്ചോളൂ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ. നമ്മുടെ വിജയത്തിൻ്റെ ഫോർമുല എന്താണ് എന്നുള്ളത് എൻ്റെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നോളജ് വിത്തൗട്ട് പവർ ഈസ് ഫ്യൂട്ടൈൽ. അറിവ്, ശക്തിയില്ലാത്ത അറിവ് ഫ്യൂട്ടൈൽ, വ്യർത്ഥമാണ്. ഈ കോട്ടായിരുന്നെന്ന് പറയുമോ, ഇത് ഫേമസ് മാർഷൽ ആർട്ട് താരമായിരുന്ന ബ്രൂസ്ലി, അദ്ദേഹം പറഞ്ഞിരുന്ന പോയിന്റാണ് നോളജ് വിത്തൗട്ട് പവർ ഈസ് ഫ്യൂട്ടൈൽ. എന്നാൽ നോളജ് വിത്ത് ഇൻറ്റൻറ്റ്, ഈ നോളജിനെ എങ്ങനെയാണ് പവറാക്കുക? നോളജ് പ്ലസ് ഇൻറ്റൻറ്റ്. ഇൻറ്റൻറ്റ് മീൻസ് നിയത്ത് എന്ന് പറയും അറബിയിൽ. ഉദ്ദേശം, ശക്തമായ ഉദ്ദേശം, കട്ടപിടിച്ച ഉദ്ദേശം, ലക്ഷ്യബോധത്തോടു കൂടി
പ്രതീക്ഷയിൽ അധിഷ്ഠിതമായ ലക്ഷ്യബോധത്തിലേക്കുള്ള ഉദ്ദേശമാണ് ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായിക്കോ? പ്രതീക്ഷ, ഹോപ്പ്, ലക്ഷ്യബോധത്തോടുകൂടി, പ്രതീക്ഷയിൽ അധിഷ്ഠിതമായ ലക്ഷ്യബോധത്തോടു കൂടിയുള്ള ഉദ്ദേശത്തിനാണ് ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത്, ഡെലിബറേറ്റ് ഇൻറ്റൻറ്റ് എന്ന് പറയും. ആ ഡെലിബറേറ്റ് ഇൻറ്റൻറ്റും നോളേജുമാണ് പവർ. അതുകൊണ്ട് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ പ്ലസ് ആക്ഷൻ ഇസ് ഈക്വൽ ടു റിസൾട്ട് ഓർ റിവാർഡ്. അതാണ് പ്രതിഫലം. ദാറ്റ് മീൻസ് അതാണ് റിസൾട്ട്. അപ്പോൾ അതുകൊണ്ട് നോളേജ്, ഇൻറ്റൻറ്റ് ഉണ്ടായാലേ അത് പവർ ആകുള്ളൂ. പവറും പ്രവർത്തനം ഉണ്ടായാലേ നമുക്ക് എന്ത് ചെയ്യും, റിവാർഡ്, പ്രതിഫലം ഉണ്ടാവുള്ളൂ. ദാറ്റ് മീൻസ് റിസൾട്ട് ഉണ്ടാവുള്ളൂ. ദെർഫോർ ട്രൂ നോളേജ്, അതുകൊണ്ട് യഥാർത്ഥമായ നോളേജും സിൻസിയർ ഇൻറ്റൻറ്റ്, ആത്മാർത്ഥമായ ലക്ഷ്യബോധവും, പ്രതീക്ഷയോടുകൂടി ലക്ഷ്യബോധവും, ആൻഡ് റൈറ്റ് ആക്ഷൻസ്, യഥാർത്ഥമായ പ്രവർത്തനവുമാണ് സക്സസ്. അതിൻ്റെ ഓപ്പോസിറ്റ് പരാജയമാണ്. ഫാൾസ് നോളേജ്, ശരിയല്ലാത്ത അറിവും ശരിയല്ലാത്ത ഉദ്ദേശവും ശരിയല്ലാത്ത പ്രവർത്തനവും, ഇത് ഏതെങ്കിലും ഒന്ന് ശരിയില്ലെങ്കിൽ മൂന്ന് ഫെയിൽ ആവും. ദാറ്റ് മീൻസ് ഫെയിലർ ആവും. ഇൻ അനദർ വേർഡ്സ്, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നോളേജ് ഓഫ് സെൽഫ് ആക്സെപ്റ്റൻസ്. അതുകൊണ്ട് അറിവ് തന്നെ അത് സെൽഫ് ആക്സെപ്റ്റൻസ്, നമുക്ക് നമ്മളെ കുറിച്ചിട്ടുള്ള അറിവ്, നമ്മളെ കുറിച്ചിട്ടുള്ള വ്യക്തമായ നമുക്ക് നമ്മളെ കുറിച്ചുള്ള വ്യക്തിത്വത്തെക്കുറിച്ചുള്ള അറിവ്, ആ അറിവും നമ്മുടെ സെൽഫ് റെസ്പോൺസ്, നമ്മുടെ ഉത്തരവാദിത്തം എന്ത്, നമ്മുടെ സ്വന്തത്തോടുള്ള ഉത്തരവാദിത്തം, മറ്റുള്ളവരോടുള്ള ഉത്തരവാദിത്തം, സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം, നമുക്ക് നമ്മളോടുള്ള ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം എന്താണെന്ന് മനസ്സിലാക്കി നമ്മുടെ അവകാശം എന്താ ആദ്യം മനസ്സിലാക്കണം. നമുക്ക് നമ്മളോടുള്ള അവകാശം എന്ത്, നമുക്ക് മറ്റൊരിൽ നിന്ന് അവകാശം എന്ത്, അവർക്ക് നമ്മളിൽ നിന്നുള്ള അവകാശം എന്ത്. അപ്പോൾ റൈറ്റ് എന്നത് ശരിയാവണ്ണം മനസ്സിലാക്കിയാൽ റെസ്പോൺസിബിലിറ്റി മനസ്സിലാകും. റെസ്പോൺസിബിലിറ്റി ശരിയാവണ്ണം മനസ്സിലാക്കിയാൽ റൈറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. റൈറ്റ് ഇല്ലാതെ റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കാൻ പറ്റില്ല. റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാത്ത റൈറ്റ് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് സ്വന്തത്തെക്കുറിച്ച് സെൽഫ് ആക്സെപ്റ്റൻസിൻ്റെ അറിവും യഥാർത്ഥമായ റെസ്പോൺസിബിലിറ്റിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഉദ്ദേശവും ആൻഡ് ആക്ഷൻ ഓഫ് എക്സ്പ്ലോറിംഗ് ദ ഹൊറൈസൺ ഓഫ് ഫ്രീ വിൽ, അള്ളാഹു പ്രപഞ്ചത്തിൽ വെച്ചിട്ടുള്ള നന്മകളെയും വിശാലമായ സൗഭാഗ്യങ്ങളിലേക്കുള്ള പ്രവർത്തനവും, അതാണ് സെൽഫ് കംപ്ലീറ്റ്നെസ് ആൻഡ് അൾട്ടിമേറ്റ് സക്സസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ലൈഫ് ലീഡർഷിപ്പ് കോച്ചിങ്ങിൻ്റെ ആകെത്തുക. അതുകൊണ്ട് നോളജ് ഈസ് എ റിയൽ സൊല്യൂഷൻ ഫോർ എനി പ്രോബ്ലം ഓർ അഡ്വേഴ്സിറ്റി എന്ന സ്ലോഗാൻ നമ്മളെടുത്ത് ഉദ്ധരിക്കാറുള്ളത് അതുകൊണ്ടാണ്. അടുത്തത്, വി വർക്ക് ഫോർ ദ വാല്യൂ വിൻ വിൻ. നമ്മളും ജയിക്കുക, അവർ ജയിക്കുക. നമ്മൾ ജയിക്കുക, അവർ പരാജയപ്പെടുക, അല്ലെങ്കിൽ അവർ ജയിക്കുക, നമ്മൾ പരാജയപ്പെടുക എന്നത് നമ്മുടെ ഡീലല്ല. നമ്മൾക്കും ഉപകാരം കിട്ടണം, അവർക്കും ഉപകാരം കിട്ടണം. നമ്മളും ജയിക്കണം, അവരും ജയിക്കണം. ദിസ് ഇസ് എ വിൻ ആൻഡ് വിൻ, വിൻ വിൻ. ഓക്കെ. അതുപോലെ വി ഡു നോട്ട് പ്രൊമോട്ട് ഫിയർ ഇൻ ദ ക്ലയൻസ്. പേടി നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, പേടിപ്പെടുത്തുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാക്കില്ല. ആളുകൾക്ക് ഉള്ള പേടി, ഇപ്പോൾ ജിന്നും ശൈത്താനും പ്രേതം ഭൂതം, അപ്പോൾ ചില ആളുകളെ വീട്ടിലൊക്കെ ചെന്ന് ആൾറെഡി ഒരുപാട് ആളുകളുടെ ചികിത്സ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും, ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലെ സാഹചര്യത്തിൽ ഈ ഒരു 10-200ഓളം റൊക്കിയ ചെയ്യുന്ന ആളുകളെങ്കിലും ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ കരിഞ്ജീരകം വെക്കുക, ഊത് കച്ചവടം ചെയ്യുക, അക്യുപഞ്ചർ ചെയ്യുക, ഹിജാമ ചെയ്യുക, ഇവരൊക്കെ പോയി റൊക്കിയ ചെയ്യും. ഇതൊക്കെ ഒരു കൂട്ട് കൃഷിയാണ്. ഊത് കച്ചവടം, കരിഞ്ജീരകം വെക്കുക, അതുപോലെ ഈ അക്യുപഞ്ചറും ഹിജാമയും ഇവർ റൊക്കിയ ചെയ്യും. ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാർ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ല, തലശ്ശേരി, കോഴിക്കോട് ജില്ലയിൽ, മലപ്പുറം ജില്ലയിൽ കൂടും ഇഷ്ടം പോലെ. അതുകൊണ്ട് ഇവരൊക്കെ പല വീട്ടിലും കയറി ഇറങ്ങിയിട്ട് പല ആളുകൾക്കും അവർക്ക് ജിന്നുണ്ട്, ശൈത്താണ്ട്, നിങ്ങളെ പൂർവികരുടെ ശാപമുണ്ട്, പൂർവികരുടെ ആ ശൈത്താണ്ട്, ഈ ശൈത്താണ്ട് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ആകെ കൂടെ വഷളാക്കി വിട്ടുണ്ടാവും. ഒരിക്കലും ഞാൻ എത്ര കോംപ്ലിക്കേറ്റഡ് കേസിൽ പോയാലും പേടി എന്ന് പറഞ്ഞ സാധനം ആദ്യം നമ്മൾ ഒഴിവാക്കും. അതുകൊണ്ട് വി ഡു നോട്ട് പ്രൊമോട്ട് ഫിയർ ഇൻ ക്ലയൻസ് ആൻഡ് അതേഴ്സ്. എങ്ങനെ? അത് സൈക്കിക് റീഡിങ്സ് കശ്ഫിലൂടെയോ അതല്ലെങ്കിൽ പിന്നെ എമോഷണൽ ഇംപ്രിന്റ് റീഡ് ചെയ്തിട്ടോ ഒരർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യില്ല, അവരെ പേടിപ്പിക്കൂലെന്ന് മാത്രം. എന്ത് പേടിച്ച അവസ്ഥയിലും നമുക്ക് അവർ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കുമെങ്കിൽ അവർ ആ പേടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും. ഒപ്പം വി ഡു നോട്ട് അഡ്വക്കേറ്റ് ഓർ എക്സ്പ്രസ് ഹേറ്റ്രെഡ് ഓർ ഡിസ്ക്രിമിനേഷൻ ടുവേർഡ്സ് അതർ പീപ്പിൾ ഓർ ക്ലാസ് റിഗാർഡ്ലെസ് ഓഫ്. മറ്റ് ആളുകളുടെ മതമോ ജാതിയോ റിലിജിയനോ ബാക്ക്ഗ്രൗണ്ടോ നാഷണാലിറ്റിയോ ബിലീഫോ ഒന്നും നോക്കിയിട്ട്, അവരുടെ ജെൻഡറോ ആണെന്നോ പെണ്ണെന്നോ ഒന്നും നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരാളുടെയും ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്നില്ല. നമ്മൾ വളരെ പ്ലെയിൻ കാം ആൻഡ് ക്വയറ്റായിട്ട്, എനിക്കറിയാം ഇപ്പം ഞാൻ പല കക്ഷികളും കേരളത്തിലെ പല കക്ഷികളും നമ്മളായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഇപ്പം ഇത്തരം വിഷയത്തിൽ നമുക്ക് വളരെയധികം ശത്രുത ഉണ്ടാക്കിയിരുന്ന ആളുകൾ
എന്താ പറയുക ഭയങ്കര പരസ്യമായിട്ട് ശത്രുത ഉണ്ടാക്കിയിരുന്ന ആളുകൾ ഇപ്പോൾ നമ്മൾ സമീപിക്കുന്നുണ്ട്. കാരണം അവർക്ക് കാര്യം ബോധ്യപ്പെട്ടവർ അവർ സമീപിക്കുക. അപ്പോൾ നമ്മൾക്ക് ഒരേ പ്ലാറ്റ്ഫോമാണത്. അതെന്താ? ഡു റൈറ്റ്, ഡു നോട്ട് ഹാം, തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. അതുകൊണ്ട് ഇതാണ് നമ്മുടെ അടിസ്ഥാന മൂല്യങ്ങൾ. ആൻഡ് ഒപ്പം തന്നെ ഹോളിസ്റ്റിക് ലൈഫ് കോച്ചിങ്ങിൻ്റെ, ഹോളിസ്റ്റിക് ഹീലിംഗ് ലൈഫ് കോച്ചിങ്ങിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു സിലബസിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. കാരണം ആ സിലബസും കൂടി അറിഞ്ഞാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻട്രോഡക്ടറി സ്പീച്ച് പൂർണ്ണമാകുള്ളൂ. പിന്നെ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സ്റ്റെപ്പിലൂടെ നമ്മൾ നീങ്ങുകയാണ് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്താ അറിയോ? ജീവിതത്തിൻ്റെ ലക്ഷ്യം ഡെലിവറിങ് ഗ്രേറ്റ്നെസ് ടു ദ വേൾഡ്, ലോകർക്ക് നന്മ ചെയ്യുക. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, പരിശുദ്ധ ഖുർആൻ ഒരു ആയത്തിൽ പറയുന്നുണ്ട്. സത്യം കൊണ്ട് വസിയത്ത് ചെയ്യുക എന്നാണ് അതിൻ്റെ ഭാഷാർത്ഥം. അത് വെച്ചുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യും? ആദർശ വിശദീകരണ യോഗങ്ങൾ ഇഷ്ടം പോലെ അങ്ങനെ നടക്കും, വിശദീകരിക്കും. ആദർശ വിശദീകരണ യോഗം 100 കൊല്ലം 150 കൊല്ലം 120 കൊല്ലമൊക്കെ പഴക്കമുള്ള സംഘടനകാരുണ്ട് ഇപ്പോഴും. അവരൊക്കെ എന്ത് ചെയ്യും? ആദർശ വിശദീകരണ യോഗം. ഇതുവരെ ആദർശം വിശദീകരിച്ച് കഴിഞ്ഞിട്ടില്ല എന്നർത്ഥം. എന്നാൽ വതവാസൗ ബിൽ ഹഖ് വ്യാപക അർത്ഥത്തിൽ നോക്കുമ്പോൾ ഡെലിവറിങ് ഗ്രേറ്റ്നെസ് ടു ദ വേൾഡ്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എന്തെല്ലാം സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കമ്പ്യൂട്ടർ, മൊബൈൽ, ഇലക്ട്രിസിറ്റി, വെഹിക്കിൾസ്, ഈ ഇൻ്റർനെറ്റും ഇമെയിലും, അതുപോലെ മെഡിക്കൽ ഫെസിലിറ്റീസ്, എഞ്ചിനീയറിംഗ് ഫെസിലിറ്റീസ്, ഏതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും എത്രയോ ആയിരക്കണക്കിന് 10,000-കണക്കിന് മനുഷ്യന്മാരുടെ രാത്രിയും പകലുമില്ലാത്ത പ്രവർത്തനങ്ങളും അവരുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവർ പ്രവർത്തിച്ച് കണ്ടുപിടിച്ച് ഡെവലപ്പ് ചെയ്തെടുത്ത പല സംഗതികളാണ്. ഇതൊക്കെ നമുക്ക് മുൻകഴിഞ്ഞു പോയ ഒരുപാട് ആളുകൾ, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പല ആളുകളും ലോകത്തിന് എന്തെല്ലാം നന്മകൾ അവർ എറിഞ്ഞു കൊടുത്തിട്ടാണ് പോകുന്നത്. ലോകത്തിന് എന്തെല്ലാം നന്മകൾ അവർക്ക് ലോകർക്ക് ആസ്വദിക്കാൻ വേണ്ടി, ഉപയോഗിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തിട്ടാണ് പോകുന്നത്. ഇതെല്ലാം നമ്മൾ പൈസ അല്ലെങ്കിൽ ചില്ലറ പൈസ അല്ലെങ്കിൽ ചെറിയ പൈസയൊക്കെ കൊടുത്ത് വാങ്ങിയിട്ടെന്ന് ഉപയോഗിക്കുന്നു. പക്ഷേ നമ്മൾ തിരിച്ചെന്ത് കൊടുക്കുന്നു ലോകത്തിന്? അടുത്ത തലമുറക്ക് എന്ത് കൊടുക്കുന്നു? അല്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. ഇതിവിടെയാണ് നമ്മുടെ ലൈഫ് യൂസ്ഫുൾ ആണോ അല്ലേ എന്നുള്ളത് നോക്കുക. നമ്മുടെ ലൈഫ് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആണെങ്കിലേ നമ്മളെ ലൈഫ് യൂസ്ഫുൾ ഉള്ളൂ. മറ്റുള്ള ആളുകൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രമേ നമ്മളെ ലൈഫ് യൂസ്ഫുൾ ആവുള്ളൂ. മറ്റുള്ള ആളുകളിലൂടെ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ എത്താനും പറ്റൂ. മറ്റുള്ള ആളുകളുടെ ഹൃദയത്തിലുള്ള ആക്സെപ്റ്റൻസ് വഴി, മറ്റുള്ള ആളുകളുടെ ഹൃദയത്തിൽ ആക്സെപ്റ്റൻസ് എപ്പോഴാണ്? അവർക്ക് നന്മ കിട്ടുമ്പോൾ, നമ്മളിൽ നിന്ന് ഹൈർ ഉണ്ടാകുമ്പോഴേ അവർക്ക് ആക്സെപ്റ്റൻസ് ഉണ്ടാവുള്ളൂ. അത് ഹൈറായ വ്യക്തിത്വമോ, ഹൈറായ സംഭാവനയോ, ഹൈറായ പ്രവർത്തനമോ, ഹൈറായ കാഴ്ചപ്പാടോ എന്തോ ആയിക്കോട്ടെ. അപ്പം മറ്റുള്ള ആളുകളുടെ ഹൃദയത്തിലൂടെയേ അള്ളാഹുവിലേക്കും സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് മാത്രമല്ല, ആ അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ടുന്ന നിഅമത്തുകളും ബർക്കത്തുകളും ഹൈറും ശിഫയും ഉപജീവനും എല്ലാം ഇറങ്ങി വരണമെങ്കിൽ ആളുകളുടെ ഹൃദയത്തിലൂടെ ഉണ്ടാകുന്ന ഹൃദയങ്ങളിലൂടെ ഉണ്ടാകുന്ന നെറ്റ്വർക്കിൻ്റെ കണക്ഷൻസ് അള്ളാഹുവിലേക്ക് എത്തുമ്പോൾ മാത്രമേ നമ്മുടെ ഹൃദയവും അള്ളാഹുവും തമ്മിലെ കണക്ഷൻസ് മറ്റ് ആളുകളുടെ ഹൃദയത്തിലൂടെ ഉണ്ടാകുന്ന സ്നേഹം, അതിലൂടെ ആകുമ്പോൾ മാത്രമേ ഇതൊക്കെ നടക്കൂ. മനസ്സിലായില്ല? അതുകൊണ്ട് ജനങ്ങളിലൂടെ ഉള്ളൂ അള്ളാഹുവിലേക്ക് എത്തിപ്പെടാൻ പറ്റൂ. ജനങ്ങൾക്ക് സേവനങ്ങളിലൂടെ, ജനങ്ങൾക്ക് നന്മ ചെയ്യുക വഴി മാത്രമേ അള്ളാഹുവിലേക്ക് എത്തിപ്പെടാൻ പറ്റൂ. അതുകൊണ്ട് അവർ മിഷൻ ഈസ് ടു ഹെൽപ്പ് ദ പീപ്പിൾ ടു ഫൈൻഡ് സൊല്യൂഷൻ ത്രൂ നോളജ്. അറിവിലൂടെ അവരുടെ പ്രോബ്ലംസ്, അവരുടെ പ്രതിസന്ധികൾക്ക്, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾക്ക് അറിവിലൂടെ പരിഹാരം കാണുക എന്നതാണ് നമ്മുടെ സേവനം. നോളജ് ഈസ് എ റിയൽ സൊല്യൂഷൻ ഫോർ എനി പ്രോബ്ലം ഓർ അഡ്വേഴ്സിറ്റി ഇൻ ദ ലൈഫ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രോബ്ലത്തിനും അഡ്വേഴ്സിറ്റിക്കും അറിവ് മാത്രമാണ് അതിൻ്റെ പരിഹാരം. പ്രോബ്ലം, അഡ്വേഴ്സിറ്റി ഓർ ഒബ്സ്റ്റാക്കിൾ ആർ ഡ്യൂ ടു ദ ഡിസ്ഓർഡേഴ്സ് ഇൻ ദ ലൈഫ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഡിസോർഡറുകൾ കൊണ്ടാണ് പ്രോബ്ലംസും പ്രതിസന്ധികളും തടസ്സങ്ങളും ഉണ്ടാകുന്നത്. ഇൻ അതർ വേർഡ്സ്, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, ദർ ആർ സംതിങ് ഔട്ട് ഓഫ് ബാലൻസ്. ജീവിതത്തിൽ എന്തെങ്കിലും ബാലൻസ് തെറ്റുന്ന സമയത്താണ് പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. സോ റൈറ്റ്ലി പ്ലേസിംഗ് ബാക്ക് ദ ഓർഡർ ഇൻ ലൈഫ്. അതുകൊണ്ട് ജീവിതത്തിൽ ഓർഡർ സ്ഥിരപ്പെടുത്തുക. ഓർഡറിലേക്ക് എന്താണോ ഡിസോർഡർ ഉള്ളത് അത് ബാലൻസ് ചെയ്തിട്ട് ഓർഡർ എത്തിതാൽ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇതേ നിർവചന പറഞ്ഞിട്ടുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇതേ നിർവചന പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ല? ദുൽമ്, അതിൽ എത്തിതാൽ. ദുൽമ് മീൻസ് ട്രാൻസ്ഗ്രഷൻ, ഡിസോർഡർ.
അതിൽ മീൻസ് നീതി, ദാറ്റ് മീൻസ് ഓർഡർ. അനീതിയെ നീതിയിലേക്ക് ആക്കുന്ന, അതിരിലേക്കാകുന്ന ഏത്തിദാൽ. ഏത്തിദാൽ മീൻസ് നീതിയാക്കുന്ന, നേരെയാക്കുന്ന, ശരിയാക്കുന്ന, ബാലൻസ് ചെയ്യുന്ന. അതുകൊണ്ടാണ് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയുടെ പ്രിൻസിപ്പിൾസാണ് നമ്മൾ അതിലെടുത്ത് ഞാൻ പറയുന്നത്, മനസ്സിലല്ലേ? സോ ജീവിതത്തിൽ ഉണ്ടാകുന്ന ട്രാൻസ്ഗ്രഷൻ, ലുൽമ്, അനീതി, ഡിസോർഡർ നീതിയാക്കി മാറ്റുക. അത് മാറ്റുന്ന പ്രക്രിയയാണ് ഇഅ്തിദാൽ, ദാറ്റ് മീൻസ് ബാലൻസിങ്. അതുകൊണ്ട് ബാലൻസിങ് ഇസ് ദ ഓൺലി റിയൽ ആൻഡ് അൾട്ടിമേറ്റ് സൊല്യൂഷൻ ഇൻ ദ ലൈഫ്. അതുകൊണ്ട് ഇത്തരം ഡിസോർഡറുകൾ, ഇഫ് ദ ഡിസോർഡർ ഇസ് ഇൻ ദ കണക്റ്റഡ്നെസ് ടു എ ഹയർ പവർ, ഒരു ഉയർന്ന ശക്തിയുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ, അത് ഒരു ദൈവബന്ധത്തിൽ, അള്ളാഹുമായിട്ടുള്ള കണക്ട് ചെയ്യുന്ന ഒരു ദൈവത്തിലേക്കുള്ള കണക്ഷൻസിൽ ഉണ്ടാകുന്ന ഡിസോർഡർ ആണെങ്കിൽ ഇറ്റ് ഈസ് എ റിലീജിയസ് പ്രോബ്ലം, അതൊരു മതപരമായ പ്രോബ്ലമാണ്. ഇഫ് ദ ഡിസോർഡർ ഇസ് ഇൻ ദ സെൻസറി, ഒരാളുടെ കാഴ്ചയും കേൾവിയും പഞ്ചേന്ദ്രിയങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു ഇന്റേണൽ സെൻസറി ഉണ്ട്. ഇത് ഫിസിക്കൽ ബയോളജിക്കൽ സെൻസറീസിന് പുറമെ ഒരു ഇന്റേണൽ സെൻസറീസ് ഉണ്ട്. ആ ഇന്റേണൽ സെൻസറീസിലാണ് പെർസെപ്ഷൻസ് നടക്കുന്നത്, മനസ്സിലായില്ലേ? ആ പെർസെപ്ഷൻസ് എന്താണെന്ന് പിന്നെ വിശദീകരിക്കാം. ആ ഇന്റേണൽ സെൻസറീസ്, അതുകൊണ്ട് ഒരാളുടെ സെൻസറീസിലാണ് പ്രോബ്ലം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സ്പെക്ട്രം പ്രോബ്ലം. അദ്ദേഹത്തിൻ്റെ സ്പെക്ട്രം ഓർ ന്യൂറോ ഡൈവർജൻസ് പ്രോബ്ലം എന്ന് പറയും. അതല്ല, ഇഫ് ഇറ്റ് ഈസ് ഡിസോർഡർ ഇൻ ദ ഒബ്സർവേഷൻ, തോട്ട്സ്, ഒരാളുടെ കാഴ്ചപ്പാടിൽ, ഒരാളുടെ ചിന്തയിലും ഓർമ്മയിലും ഫീലിങ്സ് എമോഷൻസിലും ഒരാളുടെ വികാരത്തിലൊക്കെ ആണെങ്കിലോ ഇറ്റ് ഈസ് എ സൈക്കോളജിക്കൽ പ്രോബ്ലംസ്. ഇഫ് ദ ഡിസോർഡർ ഇസ് ഇൻ ദ ആറ്റിറ്റ്യൂഡ്, അത് ഒരു കാഴ്ചപ്പാടിലാണെങ്കിലോ അഗൈൻ ഇറ്റ് ഈസ് എ സ്പിരിച്വൽ പ്രോബ്ലം. സോ സ്പിരിച്വൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരാളുടെ സമീപനം, ഒരാളുടെ ആറ്റിറ്റ്യൂഡിലാണ് പ്രോബ്ലം ആണെങ്കിൽ ഇറ്റ് ഈസ് എ സ്പിരിച്വൽ പ്രോബ്ലം. ആൻഡ് ഇഫ് ദ ഡിസോർഡർ ഇസ് ഇൻ ദ ഫിസിക്കൽ ബോഡി ആണെങ്കിലോ ഇറ്റ് ഈസ് എ ഹെൽത്ത് പ്രോബ്ലംസ്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ദ ഡിസോർഡർ ഇസ് ഇൻ ദ ക്യാരക്ടർ, സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ബന്ധങ്ങളിലും ആണ് ഡിസോർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഈസ് എ സോഷ്യൽ പ്രോബ്ലം. അങ്ങനെയാണെങ്കിൽ അതിനെ സോഷ്യൽ പ്രോബ്ലം എന്ന് വിളിക്കുന്നു. ആൻഡ് ഇഫ് ദ ഡിസോർഡർ ഇസ് ഇൻ ദ അഡാപ്റ്റേഷൻ വിത്ത് ദ എൻവയോൺമെന്റ്, ഇറ്റ്സ് ആൻ എൻവയോൺമെന്റൽ പ്രോബ്ലംസ്. തൻ്റെ പരിതസ്ഥിതിയുമായിട്ട് ഇണങ്ങിച്ചേരുന്നതിൽ ഉണ്ടാകുന്ന ബാലൻസ് പ്രോബ്ലംസ് ആണെങ്കിലോ അത് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് എന്നാണ്. അതുകൊണ്ട് ഈ രീതിയിൽ പ്രോബ്ലംസ് പല ഏരിയയിലുണ്ടാവും. ഈ പല ഏരിയയും കവർ ചെയ്യുന്ന ലോകാരോഗ്യ സംഘടനയുടെ 6 ഡൊമൈൻ ഓഫ് ഹെൽത്തിനെ ഇസ്ലാമിക് സ്കോളേഴ്സിന്റെ പഠനവുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തതാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ കാണിച്ചു തന്ന അനാട്ടമി ഓഫ് ദി സ്പിരിച്വൽ ബോഡി. ഇതിന് മുമ്പിൽ പിക്ചറിൽ കാണിച്ചു തന്ന് വിശദീകരിച്ചു തന്നത്. ഓക്കെ, അതുകൊണ്ട് ലൈഫിലുണ്ടാകുന്ന എല്ലാ രീതിയിലുള്ള ഡിസോർഡേഴ്സിനെയും പ്രോബ്ലംസിനെയും ഉൾക്കൊള്ളുന്നതും അതിന് കണ്ടെടുക്കാൻ ഉപകാരപ്പെടുന്നതുമാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റും നമ്മുടെ ലൈഫ് കോച്ചിങ്ങും. ഒപ്പം ടു സോൾവ് ദ ഡിസോർഡർ വൺ മസ്റ്റ് നോ ഫസ്റ്റ്, എന്താണ് പ്രോബ്ലംസ് ഡിസോർഡർ എന്ന് അറിയണമെങ്കിൽ, അത് സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ അറിയേണ്ടുന്ന ചില സംഗതികളുണ്ട്. ഒരു 5-6 കാര്യങ്ങൾ അറിയണം. ഒന്ന്, വാട്ട് ഈസ് എ ഡിസോർഡർ, എന്താണ് ഡിസോർഡർ എന്ന് അറിയണം. വാട്ട് ഈസ് എ ഡിസോർഡർ, വേർ ഈസ് എ ഡിസോർഡർ, എവിടെയാണ് ഈ ഡിസോർഡർ ഉള്ളത്, വെൻ ദ ഡിസോർഡർ ഇസ് ഹാപ്പൻ, എന്ന് തുടങ്ങിയതാണ് ഡിസോർഡർ, ഹൗ ദ ഡിസോർഡർ ഹാപ്പൻ, ഇത് എങ്ങനെ ഉണ്ടായത്, ആൻഡ് ഹൂ കോസ് ദ ഡിസോർഡർ, എന്തൊക്കെയാണ് ഈ ഡിസോർഡർ, ആരത് തുടങ്ങിയത്, ആരാലും ഉണ്ടായതാണ്, ആൻഡ് വാട്ട് കോസ് ദ ഡിസോർഡർ, ഇതുകൊണ്ട് ആർക്കെല്ലാം ഉപദ്രവം ഉണ്ടായി, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം എന്ത്, ഇങ്ങനെ പോലുള്ള WH ക്വസ്റ്റ്യൻസിലൂടെ മാത്രമേ പ്രോബ്ലംസ് കണ്ടെടുക്കാൻ പറ്റുള്ളൂ. പ്രോബ്ലംസ് കണ്ടെടുത്തെങ്കിൽ മാത്രമേ അതിന് ശിഫയും അതിൻ്റെ പരിഹാരവും കണ്ടെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ടു ഫൈൻഡ് ദ ആൻസർ ടു ദ എബോവ് ക്വസ്റ്റ്യൻസ് വൺ മസ്റ്റ് നോ വാട്ട് ഈസ് ദ ഡിസോർഡർ, എന്താണ് ഡിസോർഡർ എന്ന് അറിഞ്ഞിരിക്കണം. ഒപ്പം തന്നെ വാട്ട് ഈസ് ദ ക്രൈറ്റീരിയ ഓഫ് ഓർഡർ ഓർ അതർവൈസ്, അല്ലെങ്കിൽ ഈ ഓർഡർ ഇതിൻ്റെ ഓർഡർ എന്താണ് എങ്കിൽ അറിഞ്ഞെങ്കിലേ ഡിസോർഡർ എന്താണെന്ന് അറിയൂ. അപ്പോൾ ഓർഡർ എന്താണെന്ന് അറിഞ്ഞെങ്കിലേ ഡിസോർഡർ എന്താണെന്ന് അറിയുള്ളൂ. ഓർഡർ എന്താണെന്ന് അറിയണമെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള പേഴ്സണാലിറ്റി, ഹെൽത്തി ആരോഗ്യമുള്ള ഒരു റിലേഷൻഷിപ്പുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒന്നിൻ്റെ അടയാളങ്ങളെല്ലാം പഠിച്ചു. അതുകൊണ്ട് ഓർഡർ എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ഒരാളുടെ ഡിസോർഡർ കണ്ടെടുക്കാൻ പറ്റുള്ളൂ. ഡിസോർഡർ കണ്ടെടുത്താൽ മാത്രമേ അദ്ദേഹത്തിന് ആ ഡിസോർഡർ ഒരു രോഗമായി മാറിയ ആ രോഗത്തെ ചികിത്സിക്കാനും ആ ഡിസോർഡർ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ അംഗവൈകല്യം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കി എടുക്കാനും പറ്റും. മനസ്സിലായില്ലേ? അതുകൊണ്ട് knowledge is the real solution for any problem or adversity. ഒപ്പം our mission is to explain to the people what are the orders and disorders in their life. ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ
ഉണ്ടാകുന്ന ഓർഡർ എന്ത്, ഡിസോർഡർ എന്തെന്ന് കണ്ടെടുക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുക. അതിൽ അദ്ദേഹത്തിൻ്റെ ആ സ്പിരിച്വലായിട്ടും ഇൻ്റലക്ച്വൽ ബുദ്ധിപരമായും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലും അദ്ദേഹത്തിൻ്റെ ഫീലിങ്സിലും അദ്ദേഹത്തിൻ്റെ എമോഷൻസിലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധങ്ങളിലും അദ്ദേഹത്തിൻ്റെ എൻവയോൺമെൻറ്റിലും എല്ലാം നമ്മൾ പരിശോധിക്കേണ്ടി വരും. ആൻഡ് ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് കോർ ഹ്യൂമൻ വാല്യൂസ് ടു ലൈറ്റ് ഓഫ് ആൾമൈറ്റി ഗോഡ്. ഒരു മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകുന്ന അടിസ്ഥാന മൂല്യങ്ങളുണ്ട്. ഏത് മതവിശ്വാസിയാണെങ്കിലും അവൻ്റെ ഉള്ളിലുണ്ടാകുന്ന കോർ വാല്യൂസ്, അവൻ്റെ ലുബ് എന്ന് പറയും, ഇൻറ്റേർണൽ ഹാർട്ട്. ഓക്കെ, ഹാർട്ടിന് പല തട്ടുകളുണ്ട്. ഇൻറ്റേർണൽ ഹാർട്ട്, ലുബ്, കൽബ്, ഫുആദ്, സദർ, ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇൻറ്റേർണൽ ഹാർട്ടിൽ ഉണ്ടാകുന്ന കോർ വാല്യൂസിൽ വരുന്ന ഫോൾട്ടുകളാണ് അദ്ദേഹത്തിന് പല അംഗവൈകല്യങ്ങളും വരുന്നത്. അതുകൊണ്ട് അത് ഏത് ഹ്യൂമൻ കോർ വാല്യൂസിലാണ് എന്ന് കണ്ടെടുക്കലും അത് കറക്റ്റ് ചെയ്ത് കൊടുക്കലും ഇതിൽ ഉൾപ്പെടും. അലോങ് വിത്ത് എവരി അഡ്വേഴ്സിറ്റി ഓർ പ്രോബ്ലം ദർ ഇസ് എ സൊല്യൂഷൻ. ഓരോ പ്രശ്നവും പ്രതിസന്ധി ഉണ്ടായാൽ അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ പരിഹാരമുണ്ട്. ഇത് നമ്മുടെ പരിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ ആളുകൾ അശ്രദ്ധമായി പഠിപ്പിച്ചു വരുന്നത് ഒരു ഇതാണ്. ഇന്ന മഅൽ ഉസ്രി യുസ്ര. ഓരോ പ്രതിസന്ധിയോടൊപ്പം ഒരു എളുപ്പമുണ്ട്, ഓരോ പ്രയാസത്തോടും ഒരു എളുപ്പമുണ്ടെന്നുള്ള അതിൻ്റെ ഭാഷാപരമായ അർത്ഥം എടുത്തിട്ട് ഓരോ പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ ക്ഷമിച്ചോളൂ, പിന്നെ ഈസിയായൊരു കാലം വരാണ്ട് എന്നതാ. നോ, പിന്നീട് വരാണ്ട് എന്നതല്ല, ഇപ്പോൾ തന്നെ നമുക്കത് വരുത്താൻ പറ്റുമെന്നാണ്. ഇന്ന മഅൽ യുസ്രി, മഅ മീൻസ് വിത്ത് ഓർ, അതിൻ്റെ ഒപ്പം. ഇന്ന മഅൽ യുസ്രി യുസ്ര. ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ ആ പ്രതിസന്ധി നിലനിൽക്കുന്നിടത്തോളം കാലം അതിൻ്റെ പരിഹാരമുണ്ട്. ഒരു പ്രതിസന്ധി, ഒരു പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആ പ്രോബ്ലംസ് നിലനിൽക്കുന്നിടത്തോളം കാലം അതിൻ്റെ പരിഹാരം അവൈലബിൾ ആണ്. അത് തേടി പിടിച്ച് കണ്ടെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. മനസ്സിലായില്ലേ? അത് പിന്നീട് നമ്മളെ മുമ്പിലേക്ക് വരുന്നത് വരെ ക്ഷമിച്ചുകൊണ്ട് ഇങ്ങനെ കാത്തിരിക്കലല്ല, അത് തേടി പിടിച്ച് കണ്ടെടുക്കുക, അത് പഠിച്ചെടുക്കലാണ്, അത് വായിച്ചെടുക്കലാണ്, അത് കണ്ട് മനസ്സിലാക്കലാണ്. അതിൻ്റെ ആധാരം, അതിൻ്റെ അടിസ്ഥാനം അറിവാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു രോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രോഗത്തിന് രോഗമുള്ളിടത്തോളം കാലം അതിന് ശിഫയുണ്ട്. കാരണം എന്താ? അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹ് റസൂൽ പറഞ്ഞിട്ടുണ്ട്, മാ അൻസലല്ലാഹു ദാഅൻ ഇല്ല അൻസലഹു ഷിഫ. ഷിഫ ഇറക്കിയിട്ടില്ലാത്ത ഒരു രോഗവും ഇറക്കിയിട്ടില്ല എന്ന് അള്ളാഹിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രോഗമുണ്ടോ അതിൻ്റെ ഷിഫ അവിടെ ഉണ്ട്. ആ രോഗത്തിൻ്റെ കാരണം അതാണ് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദീസിലുള്ളത്, മാ അൻസലല്ലാഹു ദാഅൻ ഇല്ല അൻസലഹു ഷിഫ. ഷിഫ ഇറക്കിയിട്ടില്ലാത്ത ഒരു രോഗവും അള്ളാഹു ഇറക്കിയിട്ടില്ല. അലിമഹു മൻ അലിമ. അറിഞ്ഞവനതറിഞ്ഞു. ജഹിലഹും ജഹില. അറിയാത്തവൻ അതറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഉസ്താദിയൻ വ്യാഖ്യാനം നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഈ ഉസ്താദുമാരൊക്കെ വിശദീകരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് അറിഞ്ഞതറിഞ്ഞു മീൻസ് കണ്ടുപിടിച്ചതൊക്കെ കണ്ടുപിടിച്ചു. ഇനി ഇറ്റലി, ഫ്രാൻസ്, ജപ്പാൻ, ജർമ്മനി, അമേരിക്ക ഒക്കെ കണ്ടുപിടിച്ച് വരട്ടെ, അതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. കണ്ടുപിടിച്ചതൊക്കെ കണ്ടുപിടിച്ചു, കണ്ടുപിടിക്കാത്തൊന്നും കണ്ടുപിടിച്ചിട്ടില്ല എന്നാക്കി. എന്തിൻ്റെ അർത്ഥം? അലിമഹുമിൻ അലിമ ജഹിലഹുമിൻ ജഹില. നോ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ? ഇമാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസി ഈ വിഷയത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ 1ാമത്തെ ചാപ്റ്റർ ഈ ഹദീസ കൊടുത്തത്. ഉദാഹരണം ജവാബുൽ കാഫി എന്നുള്ള പുസ്തകം, അതിൻ്റെ 1ാമത്തെ ചാപ്റ്ററിൽ ഈ ഹദീസ കൊടുത്ത് മാ അൻസലല്ലാഹു ദാഅൻ ഇല്ല അൻസലഹു ഷിഫ അലിമഹുമിൻ അലിമ ജഹിലഹുമിൻ ജഹില കൊടുത്തിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ എല്ലാ രോഗത്തിനും മരുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അത് അറിഞ്ഞവനറിയാം, അറിയാത്തവനറിയില്ല. അത് പഠിച്ചവനെ പഠിച്ചു. അതുകൊണ്ട് പഠിച്ച ഒരാളെ നിങ്ങൾ ഡോക്ടറായിട്ട് സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന്. മനസ്സിലായില്ലേ? 2ാമത്തെ ചാപ്റ്ററിൽ അദ്ദേഹം കൊടുക്കുന്നത് അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ രോഗം, അതുകൊണ്ട് അറിവാണ് ഏറ്റവും വലിയ മരുന്ന്, ആദ്യത്തെ മരുന്ന്. അതുകൊണ്ട് പ്രശ്നപരിഹാരമുണ്ടോ? പിന്നെ പ്രശ്നപരിഹാരം വേണോ, അതുപോലെ ചികിത്സ വേണോ? അതിന് അറിവിലൂടെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റൂ. അറിവിലൂടെ എത്തിപ്പെടാൻ പറ്റും. അതുകൊണ്ട് പല രോഗത്തിനും അള്ളാഹു ഭൗതികമായ മരുന്നുകൾ ഇറക്കിയിട്ടുണ്ട്. പല രോഗത്തിനും അള്ളാഹു ആത്മീയമായ മരുന്നുകൾ ഇറക്കിയിട്ടുണ്ട്. ആത്മീയമായ മരുന്നുകൾ എന്നത് അറിവിലൂടെയാണ് സംഭവിക്കുന്നത്. അറിവില്ലാത്ത ആത്മീയത അല്പജ്ഞാനവും അമിത ഭക്തിയാണ്. വട്ട് എന്ന് പറയുന്നത് അല്പജ്ഞാനവും അമിത ഭക്തിയും. അതൊരു സൈക്കോളജിക്കൽ ഡിസീസാണ്. ഓവർ റിലീജിയസ്നെസ് എന്ന് പറയും. സൈക്കോളജിക്കൽ പ്രോബ്ലം. അതൊരു വട്ട. മനസ്സിലല്ലേ? പിന്നെ അതുകൊണ്ട് ആത്മീയ മരുന്നുകൾ നിങ്ങൾക്ക് അറിവിലൂടെ കിട്ടും. ആത്മീയ അറിവുകൾ നിങ്ങൾക്ക് അറിവിലൂടെ കിട്ടും. അതുകൊണ്ട് ആത്മീയ ചികിത്സക്ക് നിങ്ങൾ ആരില്ലെങ്കിലും സമീപിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറിവുകൾ എന്ത് നോക്കണം. അദ്ദേഹം ആരിൽ നിന്ന് പഠിച്ചു എന്ന്, അദ്ദേഹം ഏത് ഗ്രന്ഥം വായിച്ചു എന്ന് പഠിക്കണം. അതുകൊണ്ട് ആത്മീയ ചികിത്സക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് ഇവിടെ അടുത്ത കാലത്ത് ഉണ്ടാകുന്ന കുറേ സംഭവങ്ങൾ, ഈ വിഷയത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ മുഴുവൻ അറബിയിലും ഇംഗ്ലീഷിലും ഉള്ളത്. ലോകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഹിന്ദിയിലും ഉറുദുവിലൊക്കെ ഉണ്ടാവും. പക്ഷെ ജനറലി ഒരു കേരളക്കാരൊക്കെ വായിക്കുന്ന അറബിയിലും ഇല്ല, ഇംഗ്ലീഷ്.
ഈ അറബിയിലും ഇംഗ്ലീഷിലും ഉള്ളത്. മലയാളത്തിൽ ഇതിൽ കാര്യമായ ഗ്രന്ഥങ്ങളില്ല. അതുകൊണ്ട് ഈ അറബിയും ഇംഗ്ലീഷും ഒരു വാക്ക് പോലും വായിക്കാത്തവന്മാർ കുറേ ആത്മീയ ചികിത്സകരുണ്ട് ഇപ്പോൾ കേരളത്തിൽ. പ്രത്യേകിച്ച് കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആര് പഠിച്ചു, എവിടുന്ന് പഠിച്ചു, ആരിൽ ഉദ്ധരിക്കുന്നു, ഏത് ഗ്രന്ഥം ഉദ്ധരിക്കുന്നു, ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അറിവിലൂടെയുള്ളൂ ആത്മീയ ചികിത്സയുള്ളൂ. അറിവിലൂടെ മാത്രമേ ആത്മീയ ചികിത്സയുള്ളൂ. അറിവിലൂടെ മാത്രമേ നിങ്ങൾക്ക് ശൈത്താനികമായിട്ടുള്ള ഉപദ്രവങ്ങളും സിഹറും കണ്ണും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ പരിപൂർണമായ രീതിയിൽ നിങ്ങൾക്ക് ഒഴിവാക്കുവാനും കഴിയും. അറിവിലൂടെ സഞ്ചരിച്ചുകൊണ്ട് മാത്രം. ഒപ്പം അവർ ഹോളിസ്റ്റിക് ഹീലിംഗ് വി കവർ ദ discomforts and problems that can be solved with different counseling and therapies in detail. എന്നാൽ പല രോഗങ്ങൾക്കും ചികിത്സ തേടി വരുന്ന ആളുകൾക്ക് നമ്മൾ നിർദ്ദേശിക്കുന്നത്, നിങ്ങൾ ഈ ചികിത്സ എന്നും പറഞ്ഞു ഇതിൻ്റെ ചെറിയ ഭാഗങ്ങൾ മാത്രം ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങളിതിൻ്റെ ലൈഫ് കോച്ചിങ് ഒന്നായിട്ട് എടുത്തോ. ലൈഫ് കോച്ചിങ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് കോച്ചിങ്ങിൻ്റെ സിലബസോട് കൂടി നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി നിങ്ങൾക്കൊരു തെറാപ്പി ആവശ്യമില്ലാതെ ശരിയാക്കി എടുക്കാൻ പറ്റുന്ന, മനസ്സിലായല്ലേ? നിങ്ങളെ കൗൺസിലിംഗ് തെറാപ്പി ഒന്നും ആവശ്യമില്ലാതെ തന്നെ നിങ്ങളെ പേഴ്സണാലിറ്റി റീറാപ്പ് ചെയ്ത് റീഇൻവെൻറ്റ് ചെയ്ത് റീമോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ സോൾവ് ആക്കാൻ പറ്റും. അവർ ലൈഫ് ലീഡർഷിപ്പ് കോച്ചിങ്, ട്രാൻസ്പേഴ്സണൽ കോച്ചിങ്, നമ്മളത് ഒരു ട്രാൻസ്പേഴ്സണൽ കോച്ചിങ് ആണ്. എന്നാൽ കൊഗ്നേറ്റീവ് ബിഹേവിയറൽ കോച്ചിങ്ങും സൈക്കോ അനാലിസിസ് തെറാപ്പീസും ടോക്കിംഗ് തെറാപ്പി പോലുള്ളതൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാറുണ്ട്. ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് ട്രാൻസ്പേഴ്സണൽ കൗൺസിലിംഗ് നമ്മൾ കൊടുക്കുന്നത്. ട്രാൻസ്പേഴ്സണൽ കൗൺസിലിംഗ് മീൻസ് അഡ്രസ്സിങ് ദ സ്പിരിച്വൽ പേഴ്സൺ ഇൻസൈഡ് ദ ഫിസിക്കൽ പേഴ്സൺ. ആത്മീയ ശരീരം, ഭൗതിക ശരീരത്തിന് ഉള്ളിൽ ഒരു ആത്മീയ ശരീരമുണ്ട്. ആ ആത്മീയ ശരീരത്തിലെ വ്യക്തിയോടാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. Therefore, the object of life leadership coaching is to restore order in one's life. ഒരാളുടെ ജീവിതത്തിൽ ഓർഡർ ആക്കി കൊണ്ടുവരിക, ഡിസോർഡർ കണ്ടുപിടിച്ച് അത് ഓർഡർ ആക്കി കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ്. സ്പെഷ്യാലിറ്റി പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്നത് അവർ കോച്ചിങ് ഈസ് എ കംപ്ലീറ്റ് റീറാപ്പിംഗ്. ഒരാളുടെ ഒരാളുടെ പേഴ്സണാലിറ്റിയെ പരിപൂർണമായിട്ട് റീറാപ്പ് ചെയ്ത് അത് എവിടെ നിന്ന് തൊട്ട് ഒരാളുടെ റൂഹ്, ഒരു കുഞ്ഞ് ജനിച്ചാൽ അതിൻ്റെ ജന്മശുദ്ധിയിൽ ജനിക്കുന്നു എന്ന് പറഞ്ഞു. ആ ജന്മശുദ്ധിയിലേക്കാണ് എൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററിന് പോകുന്നത്. ആ ജന്മശുദ്ധിയിൽ നിന്ന് ആ ജന്മശുദ്ധിയെ കളങ്കപ്പെടുത്തിയ കാര്യങ്ങൾ ഓരോന്നോരോന്ന് ഒഴിവാക്കി കൊണ്ടുവരാം. അതുകൊണ്ട് ആ ജന്മശുദ്ധിയിലെ നേച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ്, നേച്ചുറൽ ഡിസ്പോസിഷൻസ് ശരിയാക്കിയെടുത്തിട്ട് അള്ളാഹു നൂറുസ്സമാവാതി വല്ലർദ്, പ്രപഞ്ചത്തിൽ അള്ളാഹുവിൻ്റെ പ്രകാശം എല്ലായിടത്തും ഉണ്ട്. ആ പ്രകാശം ഈ നിഷ്കളങ്കമായ അല്ലെങ്കിൽ ജന്മശുദ്ധിയിലുള്ള ഈ ഹൃദയത്തിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ആ നൂറിൻ്റെ ഒരു കണക്ഷൻ ശരിയാക്കി കൊടുക്കലാണ്. ആ നൂറിൻ്റെ കണക്ഷൻ ശരിയാക്കുവാൻ എന്തെല്ലാം മാലിന്യങ്ങൾ ഒഴിവാക്കണോ, എന്തെല്ലാം ഡിസോർഡറുകൾ ഒഴിവാക്കണോ, അതെല്ലാം കണ്ടെടുത്ത് പഠിച്ചു കൊടുക്കുന്നതാണ് നമ്മളെ കൗൺസിലിങ്ങിലും ലൈഫ് ലീഡർഷിപ്പിലും കോച്ചിങ്ങിലും ഉള്ളത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നൂറിലേക്ക് ഓരോ മനുഷ്യൻ്റെയും ആത്മീയ ഉള്ളിലുണ്ടാകുന്ന റൂഹിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതിനുവേണ്ടി നമ്മൾ ഇസ്ലാമിക് സൈക്കോളജിയുടെ തത്വങ്ങളിൽ ആധുനിക മോഡേൺ സൈക്കോളജിയുടെ ടെക്നിക്കുകൾ ഉപയോഗിച്ച് വരുന്നു. എന്നാൽ ആ മോഡേൺ സൈക്കോളജിയും ഇസ്ലാമിക് സൈക്കോളജിയും തമ്മിൽ മൈൻഡിൻ്റെ കൊഗ്നിറ്റീവ് പ്രവർത്തനങ്ങളും മെമ്മോറിക്കൽ ഫങ്ഷൻസും തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല. അതുകൊണ്ട് അത് രണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇസ്ലാമിക് സൈക്കോളജിയും മോഡേൺ സൈക്കോളജിയും പാരാസൈക്കോളജിയും, ഞാൻ പറഞ്ഞില്ലേ ചിന്നും ശൈത്താനും പ്രേതം ഭൂതം കണ്ണും ഇത്തരം വിഷയം, പാരാസൈക്കോളജിയും മൂന്നും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് അവൻ്റെ സ്പിരിച്വൽ ഹീലിംഗ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവൻ്റെ പേഴ്സണാലിറ്റി ശരിയാക്കി എടുക്കുന്നതാണ് ലൈഫ് ലീഡർഷിപ്പ് കോച്ചിങ്. അതിൻ്റെ വിശദാംശങ്ങൾ ആണ് നിങ്ങളുടെ മുമ്പിൽ സ്ക്രീനിലെല്ലാം കാണുന്നത്. അപ്പം ഇങ്ങനെ ഈ വ്യാപക അർത്ഥത്തിലുള്ളതാണ്. അതിൽ കവർ ചെയ്യുന്നത് ഓരോരുത്തരുടെ വ്യക്തിത്വം ശരിയാക്കി എടുക്കുന്നതും മറ്റു ആളുകളുടെ ബന്ധം ശരിയാക്കി എടുക്കുന്നതും മറ്റു ആളുകളുമായിട്ടുണ്ടാകുന്ന ബൗണ്ടറീസ്, അതിർവരമ്പുകൾ നിർവചിക്കുന്നതും. എല്ലാവർക്കും ഒരേ ബൗണ്ടറി തന്നെയാണത്. എല്ലാവർക്കും ഒരേ ബൗണ്ടറിയാണ്. എല്ലാവർക്കും ഒരേ ബൗണ്ടറി എന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയോ? അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, അതിൻ്റെ അടിസ്ഥാന മൂലക്കല്ലുകൾ ഒന്നാണ്. അതേതാ? സത്യവും നീതിയും കാരുണ്യവും. സത്യവും നീതിയും കാരുണ്യവും എന്ന മൂലക്കല്ലുകളിലാണ് എല്ലാ ബന്ധങ്ങളും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ ബന്ധത്തിൻ്റെയും നിർവചനം, അതിൻ്റെ ബൗണ്ടറീസ് ഇത് തന്നെ ആക്കുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തർക്കായിട്ട് പ്രത്യേകമായിട്ടുള്ള അകൽച്ചയും മറ്റും വെക്കേണ്ടി വരില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ അവസ്ഥയിൽ അവർ വരും. അതുകൊണ്ട് ലൈഫ് ലീഡർഷിപ്പ് കോച്ചിങ് എന്നുള്ളത് 5 സ്റ്റെപ്പിലാണ്. ഒന്ന്, ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക. ഒരു ഹെൽത്തി, അത് ഒരാളുടെ ശരിയായ സെൽഫ് എസ്റ്റീം
ഡെവലപ്പ് ചെയ്ത് ഹെൽത്തി പേഴ്സണാലിറ്റി ആക്കി മാറ്റുക. 2 ഹെൽത്തി ഫിസിക്കൽ ബോഡി. യെസ്, ഫിസിക്കൽ എക്സസൈസും ഫിസിക്കൽ ബോഡി മെയിൻ്റെനൻസും നമ്മളെ ലൈഫ് കോച്ചിങ്ങിലുണ്ട്. അത് സ്ത്രീകൾക്കുള്ളതും പുരുഷന്മാർക്കുള്ളതും പഠിപ്പിക്കും ഇൻഷാ അല്ലാഹ്. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസത്തിലെ 40 മിനിറ്റ് നിങ്ങൾ നിങ്ങളെ ശരീരം ശ്രദ്ധിക്കുവാൻ വേണ്ടി എക്സർസൈസും മറ്റും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു 90% രോഗങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. 40 മിനിറ്റ് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. 40 മിനിറ്റ് ഒരാൾ തൻ്റെ ശരീരത്തിന് വേണ്ടി എക്സർസൈസ്, അത് ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ആത്മവിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വശങ്ങൾ. തൻ്റെ ശരീരത്തിന് വേണ്ടി 40 മിനിറ്റ് ഒരു ദിവസം ഒരാൾ ചെലവഴിച്ചാൽ, അതുപോലെ തൻ്റെ മനസ്സിന്, ബുദ്ധിക്ക്, തൻ്റെ ഇടത്തിന്, അറിവിന്, എൽമിന്, ബുദ്ധിക്ക്, വിവേകത്തിന്, വിജ്ഞാനത്തിന് വേണ്ടി 40 മിനിറ്റെങ്കിലും ഒരു മനുഷ്യൻ ഒരു ദിവസം വായിച്ചാൽ പുതിയ അറിവ്, ഇത് ഉസ്താദുമാരെ വാചാല പ്രസംഗം ഉണ്ടാവും യൂട്യൂബിൽ, അത് കേൾക്കലല്ല, വായിച്ച് പഠിക്കുക. ഇഖ്റ ബിസ്മി റബ്ബിക്കൽ വായിച്ച് പഠിക്കല്ല, പഠിക്കലാണ്. പഠിക്കാനുള്ളൊരു മാർഗം വായിക്കലാണ്. അതുകൊണ്ട് പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം 2. 1 പഠനം. പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം 2. 1 വായിക്കുക, മറ്റൊന്ന് സുഹബത്ത്, കമ്പാനിയൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്. റസൂല് പഠിപ്പിച്ചത് കമ്പാനിയൻഷിപ്പിലൂടെ, സുഹബത്തിലൂടെ. അതുകൊണ്ട് സ്വഹാബത്ത്, റസൂലിൻ്റെ ശിഷ്യന്മാരല്ല ഉണ്ടായിരുന്നത്, റസൂലിൻ്റെ സ്വഹാബത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരാളുടെ ശരീരത്തിന് വേണ്ടി 40 മിനിറ്റും മനസ്സിന് വേണ്ടി, ബുദ്ധിക്ക് വേണ്ടി, തൻ്റെ ഇടത്തിന് വേണ്ടി, അറിവിന് വേണ്ടി, പക്വതയ്ക്ക് വേണ്ടി, വിജ്ഞാനത്തിന് വേണ്ടി ഒരു മനുഷ്യൻ 40 മിനിറ്റ് ഒരു ദിവസം പുതിയ 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 അറിവുകൾ പഠിച്ചതിനെങ്ങനെ ചൊല്ലലല്ല, പുതിയ അറിവുകൾ പഠിച്ചാൽ ആ മനുഷ്യന് ഇൻഷാ അല്ലാഹ് മരണം വരെ ബുദ്ധി ഉറച്ചു നിൽക്കുകയും മരിക്കുന്ന സമയത്ത് കലിമത്ത് ഷഹാദത്ത് ചൊല്ലി മരിക്കാനും പറ്റും. അതുകൊണ്ട് ഫിസിക്കൽ ഏരിയയും മെൻ്റൽ ഏരിയയും എല്ലാം പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹെൽത്തി പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക, 2 ഹെൽത്തി ബോഡി ഡെവലപ്പ് ചെയ്യുക, 3 ഹെൽത്തി റിലേഷൻഷിപ്പ്, ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഹെൽത്തി ആക്കുക, 4-മത്തത് എക്സ്പ്ലോറിങ് ദ ഫുൾ പൊട്ടൻഷ്യൽ ആൻഡ് ഫ്രീ വിൽ. ഒരാൾക്ക് അള്ളാഹു വെച്ചിട്ടുള്ള ഉപജീവനം, ഒരാൾക്ക് ലക്കുകൾ, അത് കണ്ടെടുക്കുവാൻ ഒരാൾക്ക് ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഈ അദ്ദേഹത്തിൻ്റെ സെൽഫ് പൊട്ടൻഷ്യൽ, അള്ളാഹു ജന്മസിദ്ധമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വെച്ച കഴിവുകളെ പുറത്തേക്ക് എടുക്കുക. ഇത്രയും 4 സംഗതികൾ കൂട്ടിയിണക്കിയാൽ അതാണ് ലൈഫ് കംപ്ലീറ്റ്നെസ്. ഇതാണ് നമ്മുടെ ലൈഫ് ലീഡർഷിപ്പ് കോച്ചിങ്ങിൻ്റെ ആകത്തുക. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ ഇതിൻ്റെ ഇൻട്രോഡക്ടറി പാർട്ടാണ്. ഈ പാർട്ട് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ലൈഫ് കോച്ചിങ്ങിൻ്റെ സ്പീച്ചസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും പ്രൈവറ്റ് വീഡിയോസിലേക്ക് കൊടുക്കുക. അതിൻ്റേതായിട്ടുള്ള ഫീസും കാര്യങ്ങളുണ്ടാകും. ഒപ്പം ഓരോ സ്പീച്ചസും അല്ലെങ്കിൽ ഓരോ സ്പീച്ചിൻ്റെ കൂടെ അതിൻ്റെ ഷോർട്ട് നോട്ടുകളുണ്ടാവും. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്പീച്ച് നിങ്ങൾ കേട്ടു, ഞാൻ അതിൽ ഉദ്ദേശിക്കുന്ന പ്രസക്ത ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഉറപ്പുവരുത്തുവാൻ ടെസ്റ്റും കൂടി ഉണ്ടാവും, പരീക്ഷ. ആ ടെസ്റ്റ് നിങ്ങൾ ഓൺലൈൻ ചെയ്താൽ മതി. ഗൂഗിൾ ഫോം ഉണ്ടാവുക. ഓൺലൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ പഠിച്ച് കുറച്ച് മുന്നോട്ട് നീങ്ങിയതിന് ശേഷം ടെസ്റ്റ് തുടങ്ങും. കാരണം പഠിച്ച പിറ്റേന്ന് ടെസ്റ്റ് ചെയ്ത് പോലീസുകാരനും പറ്റും. സോറി, പോലീസുകാരൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ആരെ കൊണ്ടും പറ്റുന്ന അർത്ഥം. അങ്ങനെ ഒരു ഫ്രേസ് ഉണ്ടല്ലോ, ഏത് പോലീസുകാരനും പറ്റും എന്നുള്ളത്, ആ അർത്ഥത്തിൽ പറഞ്ഞതാണ്, അല്ലാതെ പോലീസുകാരെ ഇകഴ്ത്തി പറഞ്ഞതല്ല. അതുകൊണ്ട് ആരെ കൊണ്ടും സാധിക്കുന്ന ഒരു സംഗതിയാണ് എന്ത്, ഇന്ന് വായിച്ചത് ഇന്ന് തന്നെ ടെസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ക്ലാസ്സുകൾ കേട്ട് ഒരു 5, 6, 7, 8 എത്തിക്കഴിഞ്ഞാൽ പിന്നെ 1-മത്തതിൻ്റെ ടെസ്റ്റ് ഞാൻ അയക്കും. അങ്ങനെ ഡിലേ ചെയ്തിട്ട് ടെസ്റ്റ് അയക്കുക. ആ സമയത്ത് നിങ്ങൾ ടെസ്റ്റിൽ മനസ്സിലാവാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്നുകൂടി ആ പ്രസംഗം കേട്ടോക്കിയാൽ മതി. അങ്ങനെ അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ ഒരു 30-ൽ കൂടുതൽ 35-ൽ കൂടുതൽ ക്ലാസ്സസ് വരും, ക്ലിപ്പുകൾ വരും. ഓരോ ക്ലിപ്പ് 1 മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അതിനു വേണ്ടി സമയം നീക്കി വെച്ച് ശ്രദ്ധയും ഉദ്ദേശവും മാറ്റി വെച്ചാൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി പ്രോബ്ലംസ് ശരിയാക്കിയെടുക്കാൻ പറ്റും. കേരളത്തിൻ്റെ സാഹചര്യത്തിൽ, ഇന്ത്യയുടെ സാഹചര്യത്തിലൊക്കെ ഒരു കുട്ടി വളർന്നു വരുന്നത് ഒരു വ്യക്തമായ വ്യക്തിത്വം ഇല്ലാതെയാണ്. അവനെ വളർത്തിയ അവൻ്റെ ഉമ്മ, അത് ഉമ്മ 3-ാം ക്ലാസ്സോ 4-ാം ക്ലാസ്സോ 8-ാം ക്ലാസ്സോ 10-ാം ക്ലാസ്സോ VDC എന്തോ ആയിക്കോട്ടെ, ഉപ്പ അതുപോലെ ആയിരിക്കും. അപ്പോൾ ഈ ഉമ്മയും ഉപ്പയും ഒന്നൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വ്യക്തമായ ധാരണയിലൊന്നും അല്ല ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് വരുന്നത്. അങ്ങനെ അവരെ കുട്ടികളെ തോന്നിയ രീതിയിൽ വളർത്തുന്നു. അങ്ങനെ ആ കുട്ടികൾ മാതാവിൽ നിന്നും പിതാവിൽ, ഇപ്പോൾ ആൺകുട്ടിയാണെങ്കിൽ പിതാവ് അല്ലെങ്കിൽ എളാപ്പ, മുത്താപ്പ, അമ്മാവൻ, ജ്യേഷ്ഠന്മാർ, പഠിപ്പിച്ച കുറേ ഉസ്താദുമാർ, പിന്നെ കുറച്ച് സിനിമാ നടന്മാർ, ഇവരിൽ നിന്നൊക്കെ കൂടെ പലപ്പോഴും പലതായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കിയെടുത്തൊരു വ്യക്തിത്വമാണ് ഒരു ആൺകുട്ടിക്ക്. അതുപോലെ ഒരു പെൺകുട്ടിക്ക് ഉമ്മ, വല്യമ്മ, അമ്മായി, ഇളയമ്മ, മൂത്തമ്മ, ഏട്ടത്തി,
പഠിപ്പിച്ച കുറച്ച് ടീച്ചേഴ്സ്, പിന്നെ കുറച്ച് സിനിമാ നടികളും. ഇവരിൽ നിന്ന് കണ്ടെടുത്ത കുറേ പിന്നെ ആശയങ്ങളൊക്കെയാണ് അവളുടെ വ്യക്തിത്വങ്ങൾ. ഒരു സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി ആണിനും പെണ്ണിനും സ്ഥിരപ്പെടുന്നില്ല. എന്നാൽ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അവിടുത്തെ സിലബസും കാര്യങ്ങളും നമ്മൾ നോക്കുന്ന സമയത്ത്, നമ്മൾ ലൈഫ് കോച്ചിങ്ങിൻ്റെ പഠന സമയത്ത് അത്തരം സിലബസുകളിൽ നിന്നാണ് നമുക്ക് പലരും ഉദ്ധരണികൾ വരുന്നത്. മനസ്സിലായില്ലേ? പിന്നെ അപ്പോൾ മനസ്സിലാക്കുന്ന ഒരു പോയിന്റ് എന്താ, അവർ ചെറുപ്പം മുതലേ ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് വരും. ആ ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി, അതൊരു ഹെൽത്തി കോർ വാല്യൂസിൽ അധിഷ്ഠിതമായിട്ടുള്ള ഹെൽത്തി പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്താൽ പിന്നെ അവൻ്റെ ഏത് മതമാണെന്നുണ്ടെങ്കിൽ അത് അവൻ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ അവയിൽ നിന്ന് നന്മേ വരൂ പുറത്തേക്ക്, അതിൽ നിന്ന് തിന്മയല്ല വരിക. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് റിലിജൻ ബീയിങ് ഇസ്ലാം ഈ ഹെൽത്തി വാല്യൂസും ഹെൽത്തി പേഴ്സണാലിറ്റിയും ഒക്കെ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ യഥാർത്ഥമായ രീതിയിൽ നമുക്ക് ഇസ്ലാമിൻ്റെ പിന്നെ പ്രിൻസിപ്പിൾസും മൂല്യങ്ങൾ യഥാർത്ഥമായി ഉൾക്കൊള്ളുവാനും പ്രാക്ടീസ് ചെയ്യാനും പറ്റും. അതിനെല്ലാം ഞാൻ ഇസ്ലാമിക് വാല്യൂസ് കംപ്ലീറ്റ് എടുക്കുന്നത് ഷെയ്ഖുൽ ഇസ്ലാം. ദിസ് ഇസ് മൈ അൾട്ടിമേറ്റ് റെഫറൻസ്, ടു ബി ഫ്രാങ്ക് വിത്ത് യു. തുറന്നാണ് പറയാം, എൻ്റെ അൾട്ടിമേറ്റ് റെഫറൻസ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയിലൂടെ കിതാബിലേക്ക് സുന്നത്തിലേക്ക് നമ്മൾ നോക്കും. കിതാബിലേക്കും സുന്നത്തിലേക്കും ഏതെങ്കിലും ഒരു അറബി മനുഷ്യോ അല്ലെങ്കിൽ ഒരു പ്രിലിമിനറി തോറ്റോനോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ സലഫി ഖലഫി എന്നൊക്കെ പറയുന്നത് ആരെങ്കിലും പറയുന്നതല്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയെ പോലെ, ഇമാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയെ പോലെ, അതുപോലെ ഇമാം അഹമ്മദിനെ പോലെ, മുഹമ്മദ് അബ്ദുൽ വഹാബിനെ പോലെ, ഇബ്നു ഹജറിനെ പോലെ, ഇമാം നവവിയെ പോലെ, ഖുർത്തുബിയെ പോലെ, ഇബ്നു കസീറിനെ പോലെയുള്ള ആ നിലവാരത്തിലുള്ള സ്കോളേഴ്സിലൂടെയാണ് കിതാബിലേക്ക് സുന്നത്തിൽ നോക്കുക. അതിൽ ഏറ്റവും കൂടുതൽ അവലംബിക്കുന്നത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആലയാണ്. അതുകൊണ്ട് തന്നെയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ പേരിൽ നമ്മുടെ ഈ ഹീലിങ്ങും അതുപോലെ ഇതും നമ്മൾ നാമകരണം ചെയ്യാനുള്ള കാരണം. ഇബ്നു തൈമിയ ഹോളിസ്റ്റിക് ഹീലിംഗ് ആൻഡ് ലൈഫ് കോച്ചിങ്. ഓക്കെ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇതിൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഇറ്റ്സ് ആൾമോസ്റ്റ് 1 hour and 11 minutes. ഇനി ബാക്കിയുള്ളത് ഇത് ഞാൻ ആളുകൾക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരുന്ന ക്ലിപ്പായിരിക്കും. ഇതിന് ശേഷമുള്ള ക്ലിപ്പുകൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഹൈറാക്കി തട്ട കാര്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.